എനിക്കാണ്. സോറി ഹരി, ഞാനത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ മറന്നു. കുഴപ്പമില്ല. ഇപ്പോഴാണ് ഓർത്തത് പെട്ടെന്ന്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. നമുക്ക് പ്രധാനമായിട്ടും എഴുത്തുകാർ അവരുടെ കാര്യങ്ങൾ പറയുന്ന കേൾക്കേണ്ടതുകൊണ്ട് എന്തായാലും ഹരി പറഞ്ഞ പോലെ തന്നെ ഭരണസമിതിയുടെ വളരെ വിജയകരമായ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇത്. നന്നായിട്ട് നടക്കുന്നുണ്ട്, എല്ലാവർക്കും താല്പര്യവും കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഒപ്പം എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുൻ പ്രസിഡന്റ് എല്ലാവരും, അതുപോലെ തന്നെ KV പ്രവീണും നമുക്ക് സുപരിചിതരാണ്. കേരളത്തിലും ഈ എഴുത്തുകാരെ കുറിച്ച് നല്ല മതിപ്പും നല്ലോണം എഴുതുന്ന ആൾക്കാരുമാണ്. ദയവായി ഒന്ന് മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ്. നമ്മുടെ എല്ലാം സുഹൃത്തുക്കളുമാണ് അവരെല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അവരെന്താണ് പറയാൻ പോകുന്നതെന്നും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ മറ്റ് സാഹിത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ നമുക്ക് വരാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ച ശേഷം 2 മിനിറ്റ് എടുത്ത് പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ സംഘടനയ്ക്ക് 5(1)(c)(3) കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഈ ജനുവരി മാസത്തിലാണ് ചെയ്തത്. നമ്മളവിടെ കഴിഞ്ഞ കൊല്ലത്തെ ഓഡിറ്റിംഗ് കഴിഞ്ഞു. അതിൻ്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പെട്ടെന്ന് നമ്മൾ ഈ മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസത്തോടുകൂടി പ്രസിഡന്റ് പിള്ള നമുക്ക് തരും. എല്ലാ കൊല്ലം നമുക്ക് ഇനി ഓഡിറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടാക്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റ് ഫ്രാൻസിസ്കോ പ്രോഗ്രാമാണ്. സെൻറ്റ് ഫ്രാൻസിസ്കോ പ്രോഗ്രാമിൽ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ജോൺ കൊടിയൻ്റെ നേതൃത്വത്തിൽ, അവിടുത്തെ സർഗവേദിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ആൾക്കാർക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ നിങ്ങളുടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, അതായത് സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് വരുന്ന ആൾക്കാർ, അവർക്ക് സ്ഥലം ഗീത ചേച്ചി അടക്കമുള്ള അവിടുത്തെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചിലവ് നമുക്ക് കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ രാമനുണ്ണി സൂം വഴി MT അനുസ്മരണം നടത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അതൊക്കെ പക്ഷേ നിങ്ങൾ ഫ്ലയർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ സിസ്റ്റർ ശോഭ തരൂരുണ്ടാകും. വല്ലാത്ത ഭയം എന്നറിയപ്പെടുന്ന വിനോദ് നാരായണൻ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ തമ്പി ആൻ്റണി തുടങ്ങിയ ആൾക്കാരെല്ലാവരും അതിനുണ്ടാവും. പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും സീനിയർ, എനിക്കറിയില്ല MN ജോയിൻ ചെയ്തിട്ടുണ്ടോയെന്ന്, നമുക്കൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന MN ആണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ നല്ലൊരു അനുഭവമായിരിക്കും ഉണ്ടാകുക. വരാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വരേണ്ടതുണ്ട്. പിന്നെ അവിടെ വളരെ നന്നായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ KLSൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ ലാനയുടെ നേതൃത്വത്തിൽ ലാനയുടെ സമ്മേളനം ഡാലസിൽ നടക്കുന്നുണ്ട്. ബൈനിയൽ സമ്മേളനം. KLSൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, ഇപ്പോൾ സാമുവലും ഹരിയും അതുപോലെ തന്നെ ഷാജുവും അതുപോലെ തന്നെ അനശ്വറും അവിടുത്തെ എല്ലാവരും, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് ഓച്ചാൽ എന്നിവരും, അവരെല്ലാവരും വളരെ സജീവമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലം ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ഹാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഡേറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതിൽ നേരത്തെ തന്നെ ഇപ്പം ഈ സെൻറ്റ് ഫ്രാൻസിസ്കോ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർ അവിടെ എങ്ങനെയാലും വരണം, അതിന് പ്ലാൻ ചെയ്യണം. ഒക്ടോബർ 31, നവംബർ 1, 2 തീയതികളിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രീ സുനിൽ P. ഇളയടത്തിനെ ക്ഷണിച്ചു കഴിഞ്ഞു. അദ്ദേഹം വരാമെന്ന് ഏറ്റു. അദ്ദേഹം നമ്മുടെ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകൾ അവിടെയുള്ള KLS പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ ജോൺ കൊടിയൻ്റെ അടക്കമുള്ള സെൻറ്റ് ഫ്രാൻസിസ്കോയിലുള്ള അവർക്കും പ്രത്യേകമായിട്ട് എൻ്റെ പേഴ്സണലായിട്ടും ഭരണസമിതിക്കും വേണ്ടി നന്ദി പറയുകയാണ്. പിന്നെ ഈ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ഒരു സോവനീർ നമ്മൾ ഇറക്കുന്നുണ്ട്. ഈ സോവനീർ ഇതിനു മുമ്പ്, അതായത് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഫിനിഷ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കും. നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രചനകളാണ്. കഥ, കവിത, അതുപോലെ തന്നെ ലേഖനങ്ങൾ, നമ്മുടെ ഇടയിൽ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പെയിൻറ്റിങ്ങുകളോ പെൻസിൽ സ്കെച്ചസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് ഇതിന് പ്രധാനമായിട്ടും കണ്ടൻ്റായിട്ട് തരാൻ കഴിയുമോ അത് നിങ്ങളതിൻ്റെ വർക്ക് തുടങ്ങണം. ഇപ്പം തന്നെ ജൂൺ 1-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് ഇനഫായിട്ടുള്ള നമ്മുടെ ഇഷ്ടംപോലെ എഴുത്തുകാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരുടെ എഴുത്തുകൾ തീർച്ചയായിട്ടും തരണം. ഒരു 200 പേജ് അറൗണ്ടുള്ള ഒരു സോവനീറാണ്. ഒരു 100 പേജെങ്കിലും നമുക്ക് നമ്മുടെ ലിറ്റററി കണ്ടൻ്റുള്ള ഒരു ബുക്ക് എന്ന രീതിയിൽ തന്നെ കാണാവുന്ന, കഴിഞ്ഞ തവണ നമ്മൾ നടപ്പാതകൾ നടപ്പാത എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയ പോലെ തന്നെ അത്രയും ഗൗരവവും ഒക്കെ സോവനീറാണെങ്കിൽ പോലും ഗൗരവമുള്ള രചനകൾ ഉണ്ടാകണം. നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാം ഇന്നത്തെ പങ്കുചേർന്നതിന് വളരെ സന്തോഷം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട്
ഈ നമ്മുടെ മെയിൻ പരിപാടിയാണ് എൻ്റെ എഴുത്ത് വഴികൾ. അത് MC ചെയ്യുന്നത് നമ്മുടെ സെക്രട്ടറി സാമുവലാണ്. സാമുവൽ ആദ്യം മുതൽ അവസാനം വരെ അത് MC ചെയ്യും. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. താങ്ക് യു ശങ്കർജി. ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന 2 അനുഗ്രഹീത എഴുത്തുകാരാണ്. അവരെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരു പേഴ്സണലി എല്ലാവർക്കും അറിയാമെങ്കിലും അവരുടെ കഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് കൂടുതൽ അവരെ അറിയാനായിട്ട് സാധിക്കുന്നത്. അവരെ കൂടുതൽ അറിയുന്നതിന് നിങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ചോദ്യങ്ങളും നിങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവരെ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ KV പ്രവീൺ നെ പരിചയപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ഏറ്റവും പുതിയ പുസ്തകത്തിലെ കഥകളിലൂടെ കടന്നു പോകുന്നതിനും ചുരുങ്ങിയ വാക്കുകളിൽ അത് അവതരിപ്പിക്കുന്നതിനുമായിട്ട് ശ്രീ ബാജി ഓടംവേലിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബാജി ഓടംവേലി ഡാളസിലാണ്. അദ്ദേഹം ബഹറിലായിരുന്നപ്പോൾ അവിടെ ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ വളരെ സ്ഥിരമായ സേവനം ചെയ്തുകൊണ്ടിരുന്നതാണ്. ബാജിയുടെ 2 പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാജി ഈ സാഹിത്യ എഴുത്ത് രംഗത്ത് വളരെ പ്രാവീണ്യം ലഭിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും ബാജി പ്രവീണിനെ പരിചയപ്പെടുത്തുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. പ്രവീണിൻ്റെ കഥകളിലൂടെ ബാജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ബാജി. ഏവർക്കും നമസ്കാരം. KV പ്രവീണിൻ്റെ കഥകളെയും KV പ്രവീണിനെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. മലയാളത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരിൽ ഒരാളായ KV പ്രവീൺ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം സ്വദേശിയാണ്. ടെക്സാസിലെ ഹൂസ്റ്റണിൽ താമസിച്ച് IT മേഖലയിൽ ജോലി ചെയ്യുന്നു. ഡിജാൻലി, പ്രച്ഛന്നവേഷം, തൈമയും കൊളംബസും എന്നീ നോവലുകളും, ഓർമ്മച്ചപ്പ്, ഭൂമിയിൽ നിഷ്കളങ്കതയ്ക്ക് മാത്രമായി ഒരിടമില്ല എന്നീ കഥാസമാഹാരങ്ങളും പുസ്തക രൂപത്തിൽ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം, അതായത് 2025 ഫെബ്രുവരി 3-ാം തീയതി പ്രകാശനം ചെയ്യപ്പെട്ട KV പ്രവീണിൻ്റെ തൈമയും കൊളംബസും എന്ന പുതിയ നോവൽ മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റെല്ലാ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC ബുക്സും. കേരള സർക്കാരിൻ്റെ മലയാളം മിഷൻ പ്രവാസ സാഹിത്യ പുരസ്കാരം നേടിയ ഭൂമിയിൽ നിഷ്കളങ്കതയ്ക്ക് മാത്രമായി ഒരിടമില്ല എന്ന കഥാസമാഹാരം പരിചയപ്പെടുത്തി കഥാകാരനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. പുതുകാലത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെയും അതിവൈകാരികമായ ജീവിതാവസ്ഥകളെയും മനോഹരമായി ചിത്രീകരിക്കുന്ന 9 കഥകളാണ് ഈ കഥാസമാഹാരത്തിലുള്ളത്. ഡ്രോൺ, ലൈബ്രറി, മതിലുകൾ, ഹാർമണി, കാഞ്ചൻജംഗ, റിംഗ്, തീ കൊണ്ടും വെള്ളം കൊണ്ടും, 3 വൃദ്ധന്മാരുടെ സായാഹ്നം, പുസ്തകത്തിൻ്റെ പേരുള്ള ഭൂമിയിൽ നിഷ്കളങ്കതയ്ക്ക് മാത്രമായി ഒരിടമില്ല, ഈ കഥാസമാഹാരത്തിലെ എന്നിവയാണ് ഈ 9 കഥകൾ. ഈ കഥാസമാഹാരത്തിലെ ഓരോ കഥയും വ്യത്യസ്തമായ വായനാനുഭവം പങ്കുവെക്കുന്നു. 2024 മെയ് മാസമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഈ 9 കഥകളും പുസ്തക രൂപത്തിലാകുന്നതിന് മുൻപേ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളോടെ അനേകർ വായിച്ച് നല്ല അഭിപ്രായം പറഞ്ഞവയുമാണ്. വായന ഇഷ്ടപ്പെടുന്നവർക്ക് KV പ്രവീണിൻ്റെ ഓരോ കഥയും പലവട്ടം വായിക്കുവാൻ മാത്രം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഇതിലെ കഥകളിലൂടെ ഒന്ന് ഓട്ടപ്രദർശനം ചെയ്യുന്നത് കഥ വായിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഡ്രോൺ എന്ന കഥ IT പ്രൊഫഷണലായ ഒരാളുടെ ജീവിത ചൂളയെ പകർത്തി കാണിക്കുന്നു. ഭൂമിയിൽ ആർക്കും ഭേദിക്കാനാവാത്ത സുരക്ഷ എന്ന പരസ്യവാചകമുള്ള IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാജീവിൻ്റെ വീട്ടിൽ തന്നെ സെക്യൂരിറ്റി അറ്റാക്ക് നടന്ന ഞെട്ടലിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഭാര്യയും മകനും കഥാപാത്രങ്ങളായി കൂടെയുണ്ട്. പുത്തൻ സാങ്കേതികവിദ്യയുടെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത്. മനുഷ്യനെ തന്നെ അപ്രസക്തമാക്കുന്ന AI കാലത്തെ ദുരന്തദൂതനെ പോലെയുണ്ട് ഈ കഥ. ലോകം നേരിടാൻ പോകുന്ന യാന്ത്രിക ജീവിതവും ബന്ധങ്ങളിലെ വിള്ളലും കുടുംബത്തിനകത്ത് തന്നെയുള്ള അപരിചിതത്വവും യാഥാർത്ഥ്യവും സ്വപ്നവും ഇടകലർത്തി ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. ബാല്യം പോലും വിനോദത്തിനായി സാങ്കേതികവിദ്യയുടെ പിടിയിലമർന്ന ഇക്കാലത്ത് ഏതു നിമിഷവും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വൈറസ് നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള ഭീതിതമായ ഓർമ്മപ്പെടുത്തലിൻ്റെ കഥയാണിത്. നിന്നിടത്തു തന്നെ നിൽക്കണമെങ്കിൽ
ഇരട്ടി വേഗത്തിൽ ഓടേണ്ട ഗതിയായിരിക്കുന്നു എന്ന ഒറ്റ വാചകം വർത്തമാനകാലത്ത് അതിജീവനത്തിനായി നേരിടുന്ന കടുത്ത മത്സരം കൃത്യമായി ധ്വനിപ്പിക്കുന്നു. കെ വി പ്രവീണിൻ്റെ കഥകളിൽ ഭൂതകാലത്തിൻ്റെ ഗ്രഹാതുരമായ ഓർമ്മകളല്ല, മറിച്ച് ഈ കഥകൾ ഇന്നത്തെ കഥകളാണ്, നാളെയുടേക്കുള്ള പ്രവചനവുമാണ്. ലൈബ്രറി. കുറ്റവാളികളെ നന്നാക്കാൻ ബിബ്ലിയോ തെറാപ്പി പരീക്ഷിക്കുന്ന ജയിലിൽ അകപ്പെട്ട ഒരു കുറ്റവാളിയുടെ കഥയാണ്. വായന ഒരു ശിക്ഷയായി മാറുന്ന അവസ്ഥയ്ക്കൊപ്പം തടവിൻ്റെ ഭീകരതയും വ്യക്തമാക്കുന്ന കഥ. ജയിലിൽ കിടക്കുന്ന ഒരാളുടെ സ്വപ്നമാണ്, അല്ലെങ്കിൽ അയാളുടെ ഭ്രമാത്മകമായ ചിന്തയാണ് ഈ കഥയിൽ. പുസ്തക വായനയിൽ താല്പര്യമില്ലെങ്കിലും തടവുകാർക്ക് ഒരു പുസ്തകം തന്നെ 14 വർഷം വായിക്കേണ്ടി വരുന്നു. അതും ഏകാധിപതി തന്നെ എഴുതിയ ഈ ലോകം മുഴുവൻ ഒരു വലിയ ഗ്രന്ഥശാലയാണ് എന്ന ഒറ്റ വാചകം മാത്രമുള്ള പുസ്തകം. പുസ്തകത്തിന് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. മതിലുകൾ. സ്കൂൾ വിട്ട ശേഷം മകൾ റോസി വീട്ടിലെത്താത്തതിനാൽ പരിഭ്രമിക്കുന്ന സെനീലയിൽ നിന്നാണ് മതിലുകൾ എന്ന കഥ തുടങ്ങുന്നത്. അനധികൃത കുടിയേറ്റക്കാരിയ അമ്മയുടെയും ഈ രാജ്യത്ത് ജനിച്ചതുകൊണ്ട് പൗരത്വം ലഭിച്ച മകളുടെയും കഥയാണിത്. രാജ്യം ഇല്ലാതാകുന്നതിൻ്റെയും പൗരത്വം നഷ്ടപ്പെടുന്നതിൻ്റെയും അതിലുപരി സ്നേഹം നിഷേധിക്കപ്പെടുന്നതിൻ്റെയും കഥയാണിത്. പല രാജ്യങ്ങളുടെയും അതിർത്തികളിൽ ആകാശം വിട്ടുന്ന മതിലുകൾ ഉയരുന്നുവത്രേ. അഭയവും താപളവുമായിരുന്ന ഇടങ്ങൾ പൊടുന്നനെ വിലക്കപ്പെട്ടതായിരിക്കുന്നു. സ്നേഹം നിഷേധിക്കപ്പെട്ടവർക്ക് ഈ ഭൂമി തന്നെ വലിയ ജയിലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ കഥയിലെ സംഭവം ട്രംപിൻ്റെ 2ാം വരവിൽ നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കെ വി പ്രവീൺ ഒരു മുഴ മുൻപേ എറിഞ്ഞെങ്കിലും കാലം വേഗത്തിൽ കൂടെ ഓടിയെത്തിയിരിക്കുന്നു. ഹാർമണി. ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഹൗസിംഗ് കോളനി ആക്കിയതുപോലെ എല്ലാ രാജ്യക്കാരുമുള്ള ഹാർമണി ക്രോസിംഗ് എന്ന കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കഥയാണ്. കമ്മ്യൂണിറ്റി റൂൾസിന് വിപരീതമായി അഴിച്ചുവിട്ടിരിക്കുന്ന ഓസ്കാർ എന്ന മരണദൂതനായ പൂച്ചയുടെ കഥ. വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ മരണം എടുക്കുമ്പോൾ അവരുടെ കിടക്കയിൽ ചെന്ന് കയറി അവരെ മരണത്തിലേക്ക് യാത്രയാക്കുന്ന പൂച്ചയെ കൂടുതൽ വായിച്ചറിയുന്നത് പേടിയോടുകൂടിയാകും. സത്യത്തിൽ മനുഷ്യർക്ക് പേടി പൂച്ചയെയോ പാമ്പിനെയോ അല്ല, മനുഷ്യരെ തന്നെയാണ്. അതും അവരെ പോലെ അല്ലാത്ത മനുഷ്യരെ. അതിർത്തികളൊന്നും ബാധകമല്ലാത്ത അയൽക്കാരൻ്റെ പൂച്ചയിലൂടെ വിശാലമായ സൗഹൃദങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി കഥയിൽ പറയുന്നുണ്ട്. കാഞ്ചൻജംഗ. ദീദി മരിച്ചുപോയി എന്ന് പറഞ്ഞ് കഥ തുടങ്ങി ദീദിയുടെ കഥ പറയുകയാണ് കാഞ്ചൻജംഗയിൽ. കോണിപ്പടിയിൽ നിന്ന് കാല് തെറ്റി വീണാണ് അവർ മരിച്ചത്. കാഞ്ചൻജംഗ കീഴടക്കിയവരാണ് അവർ എന്നതാണ് അതിലെ വൈരുദ്ധ്യം. സമയമായാൽ പിന്നെ എവിടെ നിന്നാലും മതിയെന്ന കഥയിലെ സിനിയുടെ വാചകത്തിൽ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം മുഴുവനുമുണ്ട്. സിൽവർ മൗണ്ടനിലെ മല കയറാൻ പോയപ്പോഴാണ് ദീദിയെ പരിചയപ്പെടുന്നത്. കഥയുടെ അവസാനം ആ കോപ്പർ മൗണ്ടൻ സന്ദർശനത്തിന് ശേഷം ഞങ്ങളുടെ ജീവിതം പലതരം കയറ്റിറക്കങ്ങളിലൂടെ കടന്നുപോയി എന്ന് പറയുന്നു. മൗണ്ടൻ്റെ പേര് തെറ്റായി പറയുന്നതോടെ കഥയ്ക്ക് ഒരു പുതിയ മാനം കൈവരുന്നത് കാണാം. കഥയുടെ അവസാന മരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഒരിക്കൽ മാത്രമേ നാം ഉറങ്ങുന്നുള്ളൂ. അതിനു മുമ്പുള്ള ഉറക്കങ്ങളെല്ലാം ഒരു പരിശീലനമായിരിക്കണം. ഞാൻ സിനിയെ പതുക്കെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു, ഒരു തയ്യാറെടുപ്പെന്നോളം. റിംഗ്. പല വിധത്തിലുള്ള ട്രോമകളിലൂടെ കടന്നുപോയി ഒടുവിൽ ഒരു പുനരധിവാസ കേന്ദ്രത്തിലെത്തുന്ന 4 യുവതികളുടെ കഥയാണ് റിംഗ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തിരസ്കരിക്കപ്പെട്ട, ലഹരിക്ക് അടിമപ്പെട്ടവരാണ് അവർ. അവരുടെ വേദനകളാവും അവരെ പരസ്പരം തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഈ കഥയും മറ്റു കഥകളെപ്പോലെ നമ്മെ സ്വൈര്യം കെടുത്തുന്നവയാണ്. ആവിഷ്കാരത്തിൻ്റെയും പ്രമേയത്തിൻ്റെയും ഒക്കെ വ്യത്യസ്തത പ്രവീൺ കഥകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തീ കൊണ്ടും വെള്ളം കൊണ്ടും. മകൾ നഷ്ടപ്പെട്ട ദമ്പതികളായ അരവിന്ദും അനിതയും ആ വേദനയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു യാത്ര നടത്തുകയും അത് മറ്റൊരു ദുരന്തത്തിലേക്കും മാനസിക സംഘർഷത്തിലേക്കും നീങ്ങുന്ന കഥയാണ് തീ കൊണ്ടും വെള്ളം കൊണ്ടും. ആ ദമ്പതിമാരുടെ തീവ്രവധകൾ ആഖ്യാനം ചെയ്യപ്പെടുന്നത് ധ്വനി സ്വാതന്ത്ര്യത കൊണ്ടും ആവിഷ്കാരത്തിലെ സൗന്ദര്യപൂർണമായ വിദഗ്ധം കൊണ്ടും ശ്രദ്ധേയമാണ്. 3 വൃദ്ധന്മാരുടെ സായാഹ്നം. മറവിക്കാരൻ, വിഭാര്യൻ, ഫലിതക്കാരൻ എന്നീ 3 പ്രായമായ മനുഷ്യരുടെ കഥയാണ് 3 വൃദ്ധന്മാരുടെ സായാഹ്നം. ഈ 3 കൂട്ടർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹം വളരെ വലുതാണ്. പൊതുവായി ഒരേ ദുഃഖവും പേറിയാണ് ഈ മനുഷ്യരുടെ യാത്ര.
റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെ ആളൊഴിഞ്ഞ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് പങ്കുവെക്കുന്ന വിശേഷങ്ങളിൽ ഓർത്തെടുക്കുന്ന മുഹൂർത്തങ്ങളിൽ നർമ്മവും വേദനയും ഇടകലർത്തി മനുഷ്യജീവിതം തുറന്നു കാണിക്കുന്നു. ട്രെയിൻ നിർത്താതെ ഓടുമ്പോൾ തങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് മരണത്തിലേക്കാണ് ആ ട്രെയിനുകൾ പായുന്നതെന്ന് അവർക്ക് തോന്നും. ഫലിതക്കാരൻ അധികം വൈകാതെ താനും തൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നു. ജോലിയൊക്കെ മതിയാക്കി ഗ്രാമത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിന് കൃത്യമായി മനസ്സിലാകും എന്ത് ചെയ്യണമെന്ന്. തുടർന്ന് തമിഴ്നാട്ടിലെ ചിലയിടങ്ങളിൽ മുൻപ് ഉണ്ടായിരുന്ന തലൈക്കൂന്തൽ എന്ന വയസ്സന്മാരെ ദയാവധത്തിന് വിധേയമാക്കുന്ന ചടങ്ങിനെക്കുറിച്ച് കൃത്യമായി വിവരിക്കുന്നുണ്ട്. കഥയുടെ അവസാനം എൻ്റെ അച്ചാച്ചന് ഞാനും ഇതൊക്കെ തന്നെയാണ് ചെയ്തു കൊടുത്തത് എന്ന് പറയുമ്പോഴാണ് ഇത് പറഞ്ഞതൊന്നും തമാശക്കാരനല്ല, അതൊന്നും തമാശയായിരുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. വളരെ മുൻപേ തന്നെയുള്ള അനാഥ വാർദ്ധക്യത്തിൻ്റെ കഥ വളരെ പുതുമയോടെ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ നിഷ്കളങ്കതയ്ക്ക് മാത്രമായി ഒരിടമില്ല. അബ്രഹാമിൻ്റെയും തെരേസയുടെയും ഡേവിഡിൻ്റെയും കഥ 2018 മാതൃഭൂമി ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ഇത് പുതിയ കാല എഴുത്തുകാരിൽ നിന്ന് ലോക കഥയിലേക്ക് നിർദ്ദേശിക്കാൻ ഉതകുന്ന നിലവാരമുള്ള കഥയെന്ന് വായനക്കാരും നിരൂപകരും ഒരേപോലെ വിലയിരുത്തി. എബ്രഹാം, തെരേസ, ഡേവിഡ് എന്നിവരിലൂടെ കുടിയേറ്റത്തിൻ്റെയും പലായനത്തിൻ്റെയും നാമാവശേഷമായ ഗോത്രങ്ങളുടെയും ഭാഷയുടെയും കഥ പറയുകയാണ്. വൈകല്യത്തോടെ ജന്മമെടുത്ത അമേരിക്കൻ ഗോത്രവർഗത്തിലെ കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ സിരകളിലേക്ക് വ്യാപിക്കുന്ന മദ്യത്തിൻ്റെ ലഹരി ഏത് പരിതസ്ഥിതിയിലും അവരെ പിന്തുടരുന്നുവെന്ന് കഥ സൂചിപ്പിക്കുന്നു. ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ അതുപോലെ ഒറ്റപ്പെട്ടു പോയ മറ്റൊരു ജീവനെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു നടത്തുന്ന പാഴ്വേലയുടെ കഥയാണിത്. അമേരിക്കൻ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ പ്രമേയത്തിൽ നേടിയെടുത്ത തൈമയും കൊളംബസും എന്ന പുതിയ നോവലിൻ്റെ ആമുഖമാണ് ഈ കഥയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ പറയാം. കഥകളിൽ മനഃപൂർവ്വമായി ദുരൂഹതകൾ കുത്തിനിറയ്ക്കുന്നില്ലെങ്കിലും ലളിത വായനക്കാർക്ക് പ്രവീണിൻ്റെ കഥകളോടൊപ്പം നടക്കണമെങ്കിൽ നന്നേ പണിപ്പെടേണ്ടി വരും. മലയാളത്തിലെ സീരിയസ് ആയ വായനക്കാർ മാത്രമാകും പ്രവീണിൻ്റെ വായനക്കാരെന്നത് കഥയുടെ മേന്മയായോ പരിമിതിയാണോ എന്ന് അറിയില്ല. വിപുലമായി വായിക്കപ്പെടുന്നില്ലെങ്കിലും വായിക്കുന്നവർ ഉറപ്പായും ഈടുറ്റ കഥകളാണ് പ്രവീണിൻ്റെ കഥകളെന്ന് ഉറപ്പിച്ച് പറയും. പ്രമേയത്തെ ഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കുന്ന അസാമാന്യമായ കരുത്ത് മതിയാവും പ്രവീൺ കഥകളുടെ വീര്യം അളക്കുവാൻ. തൻ്റെ രചനകളിൽ ഒരു തനത് ശൈലി വികസിപ്പിച്ചെടുക്കുന്നതിൽ KV പ്രവീൺ വിജയിച്ചിരിക്കുന്നു. പ്രവീണിൻ്റെ ഒരു കഥ വായിച്ചൊരാൾ മറ്റു കഥകളും തേടിപ്പിടിച്ച് വായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. KV പ്രവീണിന് കഥയുടെയും നോവലുകളുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രവീണിൻ്റെ കഥകളിലൂടെയൊക്കെ ഒരു ഓട്ടപ്രദക്ഷിണം ബാജി നടത്തിയിരിക്കുകയാണ്. നമുക്ക് പ്രവീണിൽ നിന്ന് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം ഓരോ കഥകളെക്കുറിച്ചും. കഥകൾ വായിച്ച ഒരാളെന്ന നിലയിൽ പ്രവീൺ ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ, ഓർമ്മച്ചിപ്പ് എന്ന കഥ പണ്ട് വായിച്ചപ്പോൾ അല്ലെങ്കിൽ മറ്റു കഥകൾ വായിക്കുമ്പോഴും ഈ സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ ഒരുപക്ഷെ പ്രവീൺ ഒരു 10 വർഷം മുന്നേ ഇതെല്ലാം കാണുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ കഥയ്ക്ക് പ്രമേയമാക്കുന്നതിൽ പ്രവീണ തൻ്റെ പാഠവും തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം ഒരു നിരീക്ഷണത്തിലേക്ക് പ്രവീണിനെ നയിക്കുന്ന ചില അനുഭവങ്ങളൊന്ന് പങ്കുവച്ചാൽ നല്ലതായിരിക്കും. രണ്ട് കാര്യങ്ങളാണ്. കേൾക്കാവോ സാമു? കേൾക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ഇവിടെ അമേരിക്കയിലൊരു 10-20 വർഷം മുമ്പ് വന്ന സമയത്ത് ഈ പൊതുവെ പ്രവാസ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗൃഹാതുരത്വത്തെ പൊലിപ്പിച്ച് കാട്ടുന്ന തരം എഴുത്താണെന്നുള്ളൊരു ധാരണ പൊതുവെ നമ്മുടെ വായനക്കാർക്കുണ്ട്. അപ്പം അത്തരം എഴുത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, എൻ്റെ ജോലി, ഞാൻ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ചില അവസരങ്ങളിൽ കഥയായിട്ടുണ്ട്. ഈ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും അത്തരം പ്രമേയങ്ങൾ സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ എഴുത്തുകാരൻ്റെ ഭൗതിക സാഹചര്യവും അയാൾ എഴുതുന്ന കഥകളും തമ്മിൽ ബന്ധമുണ്ടാവണമെന്ന് നിർബന്ധമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
ഉദാഹരണത്തിന് ഒരു കള്ളൻ്റെ കഥ എഴുതാൻ എഴുത്തുകാരൻ കള്ളനായിരിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ കഥ എഴുതാൻ എഴുത്തുകാരന് സ്വന്തമായി പട്ടാളാനുഭവങ്ങൾ ഉണ്ടായിരിക്കണമെന്നോ ആ, നിർബന്ധം പിടിക്കേണ്ടതില്ല. പക്ഷെ അതേസമയം ചില അവസ്ഥകളിൽ നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ നിന്ന് കഥകൾ ഉണ്ടാകുമ്പം അത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് വരാറുണ്ട്. അത്തരം സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട കഥകൾ എഴുതുന്നു, അങ്ങനെ ഒരു 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 ബ്രാൻഡഡ് ആവുന്ന ഒരവസ്ഥ വന്ന സമയത്ത് ബോധപൂർവം അങ്ങനെ അല്ലാത്ത കഥകൾ എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ട് എഴുതിയ കഥകളിൽ ഭൂമിയിൽ നിഷ്കളങ്കതയ്ക്ക് മാത്രമായി ഒരിടമില്ല എന്ന സമാഹാരത്തിൽ സത്യത്തിൽ ആ ഡ്രോൺ എന്ന് പറഞ്ഞ കഥ ഒഴിച്ചാൽ മറ്റ് കഥകളൊന്നും അങ്ങനെ സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടവയല്ല. അതേസമയം ഓർമ്മച്ചിപ്പിൽ എനിക്ക് തോന്നുന്നു കുറേം കൂടി അത്തരം കഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് എഴുത്തുകാരൻ്റെ ഒരു ചോയ്സിൻ്റെയാണ്, ബോധപൂർവം വരുന്നതല്ല എന്ന് കൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹലോ. എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട് എഴുത്തുകാരനോട്. അറ്റ് ദ സെയിം ടൈം ബാജി അല്ലെങ്കിൽ എനിക്കൊരു ചോദ്യം കൂടി ഉള്ളത്, പ്രവീണെ, ഈ തൈമയും കൊളംബസിലും കൈകാര്യം, ഞാൻ നോവൽ വായിച്ചതാണ്. അതിൽ പറയുന്ന വിഷയങ്ങൾ അറിയാമല്ലോ. കൊളംബസിൻ്റെ വരവും ആ വരവിന് ശേഷം ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ അമേരിക്കൻ അല്ലെങ്കിൽ ഒറിജിൻ ആളുകളുടെ അവരുടെ പേരിലൊരു അധിനിവേശം നടത്തുന്നതും ആ അധിനിവേശത്തിൻ്റെ ബാക്കിപത്രമായി അനുഭവിക്കുന്ന വേദനകളും ആ വേദനകളും പേറി കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു ഇവിടെ വന്ന ഡേവിഡ് എന്ന ആ ഒരു ഗോത്രത്തിലെ അവസാന കണ്ണിയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏബ്രഹാം എന്ന പ്രോസ് നടത്തിയ യാത്ര, ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ പ്രവീണിനുണ്ടായിട്ടുണ്ടോ? അത് കാരണം ഇതൊരു പുതുമയുള്ള വിഷയമാണ്. കാരണം ഈ നോവൽ വായിക്കുന്ന തൈമയും കൊളംബസും അതിൻ്റെ ഒരു കഥ അതിലുണ്ടായതുകൊണ്ട് ആ കഥയോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് പ്രവീണിനെ നയിച്ച ഒരു അനുഭവം പറയാനായിട്ട് സാധിക്കും. ഐ മീൻ, അനുഭവം ഞാൻ പറഞ്ഞത് അതൊരു പുതുമയുള്ള വിഷയമാണ്. ഒരുപക്ഷെ മലയാളത്തിലെ വായനക്കാർക്ക്, മലയാളി വായനക്കാർക്ക് ഏറെ പുതുമയുള്ള ഒരു വിഷയമാണ് തൈമയും കൊളംബസും എന്ന നോവൽ തന്നെ. അപ്പം അതിൻ്റെ ഒരു ഭാഗം കഥയായിട്ട് ഈ കഥയിൽ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനിത് ഈ നോവലിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച് വളർന്നവരാണ്. ഈ കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അമേരിക്ക ഉണ്ടായിരുന്നോ, ഇവിടെ മറ്റാരും ഇല്ല, മനുഷ്യന്മാരൊന്നും ഇല്ലായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പിന്നീടാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് ഈ അമേരിക്കൻ ഗോത്രങ്ങളുടെ ചരിത്രം, അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ വർത്തമാനകാലാവസ്ഥ, ഇതൊക്കെ അറിയാനുള്ള വായന, അത്തരം ചില ഇപ്പം ന്യൂ മെക്സിക്കോയിലൊക്കെയുള്ള അത്തരം ചില സ്ഥലങ്ങളൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഒന്ന്. മറ്റൊന്ന്, ഞാൻ സിയാറ്റിൽ ജോലിയുടെ ആവശ്യത്തിന് പോയ സമയത്ത് അവിടെ സിയാറ്റിൽ മൂപ്പൻ്റെ ഒരു ചെറിയൊരു സ്മാരകം സിയാറ്റിൽ നഗരത്തിലുണ്ട്. അത് കാണാൻ പോവുകയുണ്ടായി. അത് വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ കാട് പിടിച്ചിട്ട് കുറച്ച് മുള കൊണ്ടും കരിങ്കല്ല് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു പന്തലും, അവിടെ കുറച്ച് ചരടുകളും ചില കരകൗശല വസ്തുക്കളും ഒക്കെ വെച്ചിട്ട് വളരെ ദയനീയമായ അവസ്ഥയിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്മാരകമായിരുന്നു അത്. അപ്പം അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ സിയാറ്റിൽ മൂപ്പൻ്റെ പ്രസംഗം സക്കറിയ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഞാൻ വായിച്ചിരുന്നു. ആ ഓർമ്മകളൊക്കെ കൂടെ അങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു കഥയുടെ ഒരു ഒരു ത്രെഡ് എനിക്ക് കിട്ടുന്നത്. ആദ്യം ഞാൻ ഭൂമിയിൽ നിഷ്കളങ്കതയ്ക്ക് മാത്രമായി ഒരിടമില്ല എന്ന ആ നീണ്ട കഥയാണ് എഴുതിയത്. പക്ഷെ ആ കഥ വായിച്ച എൻ്റെ ചില സുഹൃത്തുക്കൾ പലരും ആ കഥ പൂർണ്ണമായില്ല എന്നും ആ കഥ പറയാൻ ശ്രമിച്ച വിഷയത്തോട് നീതി പുലർത്തിയില്ല എന്നൊക്കെ പറഞ്ഞപ്പം ആ കഥയെ ഞാൻ കുറെ കാലം പുറകോട്ടും കുറച്ച് മുന്നോട്ടും ഒക്കെ
മനസ്സിലൂടെ ഓടിച്ചു നോക്കിയപ്പോഴാണ് ഈ നോവലായിട്ട് അത് രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചന എനിക്കുണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ 500 വർഷം പുറകോട്ട് കൊളംബസിലേക്കും തൈമയിലേക്കും പിന്നെ വീണ്ടും ഡേവിഡിലേക്കും എബ്രഹാമിലേക്കൊക്കെ തിരിച്ചു വന്നത്. അങ്ങനെയാണ് തൈമയും കൊളംബസ് എന്ന നോവൽ ഞാൻ എഴുതിയത്. മറ്റൊരർത്ഥത്തിൽ അത്തരം ഈ അധിനിവേശങ്ങളുടെ അവരുടെ ഈ ഈ ഈ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഭാഷകളടക്കമുള്ള സംഗതികളുടെ ഒരു വീണ്ടെടുപ്പ് കലയിലൂടെ മറ്റ് പ്രവർത്തനങ്ങളിലൂടെ നടത്തേണ്ടതിൻ്റെ ആവശ്യകത, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ കൂടിയിട്ടാണ് ആ നോവല് ഞാൻ എഴുതിയത്. വംശനാശം വന്നവയുടെ സൂക്ഷിപ്പുകാരൻ എന്നായിരുന്നു ഞാൻ ആ നോവലിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന മറ്റൊരു ടൈറ്റിൽ. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പ്രവീൺ. പറയൂ. പ്രവീണിന്റെ കഥകള് എങ്ങനെയാണ് മനസ്സിൽ ആദ്യമായിട്ട് ജനിക്കുന്നത്? അതൊരു പ്രമേയമായിട്ടാണോ, അതല്ല ഒരു ദൃശ്യമായിട്ടാണോ, അതല്ല കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത മറ്റൊരു വികാരമായിട്ടാണോ? എങ്ങനെയാണ് അത് ജനിക്കുന്നത്? എന്നിട്ട് അതിന്റെ ഒരു ഇവല്യൂഷൻ. ഞാൻ ഏതെങ്കിലും ഒരു കഥയെ കുറിച്ചല്ല പറയുന്നത്, പൊതുവെ ആദ്യമായിട്ട്. സ്റ്റേജിന്റെ അടുക്ക് പോയിക്കോ. ഒന്ന് മ്യൂട്ട് ചെയ്യണം. സോറി. ഞാൻ പറയാം. അത് തീർച്ചയായിട്ടും എല്ലാ കഥകളും ഒരുപോലെ അല്ല ജനിക്കുന്നതെന്ന് പറയാം. പല തരത്തിലാണ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ എവിടെ നിന്നെങ്കിലും കേട്ട ഒരു സംഭാഷണ ശകലം, അതിൽ നിന്ന് ചിലപ്പോൾ കഥകൾ ഉണ്ടാവാറുണ്ട്. മറ്റ് ചിലപ്പോൾ മുമ്പ് നമ്മൾ വായിച്ച ഒരു സംഗതിയിൽ നിന്ന് കഥകൾ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ചില ആശയങ്ങളിൽ നിന്ന് കഥ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലാണത് വരുന്നത്. ഒരു കഥ എഴുതുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പം അത് പലപ്പോഴും അതൊരു തുടക്കം മാത്രമേ ആവുള്ളൂ. മിക്കവാറും ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ കഥകളും ഞാൻ തുടങ്ങിയ രൂപത്തിലോ അല്ലെങ്കിൽ ഭാവന ചെയ്ത രൂപത്തിലോ അല്ല അത് പൂർണ്ണമായി കഥയായപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. പലപ്പോഴും വിചാരിക്കാത്ത രീതികളിലൊക്കെ കഥകൾ മുന്നോട്ട് പോകാറുണ്ട്. അത് പല ആവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് കഥ മറ്റെന്തൊക്കെയോ ആയി സ്വയം മാറുന്ന ഒരു അനുഭവമാണ്. സത്യത്തിൽ കഥ എഴുത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും തരുന്ന ഭാഗം അതാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി കഥ എഴുതി കഴിയുമ്പോൾ അത് സി ആയി മാറുന്ന ഒരു അനുഭവമാണ് കഥ എഴുത്തിൽ ഏറ്റവും സന്തോഷം തരുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും എവിടെയോ കേട്ട ഒരു വാചകത്തിൽ നിന്ന് തുടങ്ങാം, അതുപോലെ ഒരു ദൃശ്യത്തിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്വപ്നം. അങ്ങനെ പല തരത്തിലും ഈ കഥകളുടെ തുടക്കം ഉണ്ടാവാറുണ്ട്. അത് അവസാനിക്കുന്നത് വേറെ തന്നെ ഒരു മാനുവൽ ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. പലപ്പോഴും കഥകൾ ഒരു സ്റ്റേജിൽ വെച്ച് തനിയെ ഇവോൾവ് ചെയ്യുന്നതായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നത് മറ്റെന്തോ ആയി മാറുന്ന ഒരവസ്ഥ. അതാണ് സത്യത്തിൽ ഈ കഥ എഴുത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഭാഗം. ഹലോ പ്രവീൺ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ചോദിക്കാം. ഇത് ജേക്കബ് ജോൺ ആണ്. എൻ്റെ ഒരു ചോദ്യം, ഈ എന്തുകൊണ്ട് ഞാൻ എഴുതുന്നു എന്ന ഒരു ചോദ്യം സ്വയം ചോദിച്ചാൽ അതിന് പ്രവീണ് കൊടുക്കുന്ന ഉത്തരം എന്തായിരിക്കും? അതാണ് ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, താങ്കളുടെ വായന, മലയാളത്തിലുള്ള വായനയിൽ ആരെയാണ്, ഏത് നോവലിസ്റ്റിനെയാണ് കൂടുതൽ താങ്കൾ ഇഷ്ടപ്പെടുന്നത്? അതുപോലെ തന്നെ വിശ്വസാഹിത്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ ആരെയാണ് താങ്കൾ ഏറെ ഇഷ്ടപ്പെടുന്നത്? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. ഒരാൾ എന്തിനാണ് എഴുതുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എഴുതാൻ ശ്രമിക്കുന്ന എല്ലാവരും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. എന്തിനു എഴുതുന്നു എന്നുള്ളതിന് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു തരം അതിജീവനത്തിൻ്റെ ഭാഗമാണ്. അതിജീവനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എൻ്റെ തന്നെ
എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും എഴുതുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല സംഭവങ്ങളോടും അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങളോടും നമ്മുടെ തന്നെ ആശങ്കകളോടും ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടും നമ്മുടെ പലതരം വ്യാകുലതകളോടും ഒക്കെയുള്ള ഒരു പ്രതികരണം ഉള്ള നിലയിലാണ് പ്രധാനമായിട്ടും എഴുതുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു നിത്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് വായനക്കാർക്കോ അല്ലെങ്കിൽ സാഹിത്യത്തിനോ അതുകൊണ്ട് ഇപ്പം ഞാനൊരാൾ എഴുതിയിട്ടില്ലെങ്കിൽ മലയാള സാഹിത്യത്തിനോ അല്ലെങ്കിൽ വായനക്കാർക്കോ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്ത് വളരെ പ്രധാനമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ അതിജീവനത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ നിലനിൽപ്പിൻ്റെയും ഭാഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും എഴുതുന്നത്. അതാണ് എന്തിനെഴുതുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. മലയാള സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഴുത്തുകാരുടെ പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സഹപാഠിയുടെ ഒരു അമ്മാവൻ വഴി ഞാൻ മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളൊക്കെ വായിച്ചു തുടങ്ങുന്നത്. ഖസാക്കിൻ്റെ ഇതിഹാസം, സ്മാരകശിലകൾ, ഡൽഹി, അങ്ങനെ ആധുനികതയുടെ കാലത്ത് പുറത്തിറങ്ങിയിട്ടുള്ള പ്രമുഖ നോവലുകളൊക്കെ വായിച്ച് ഒരുവിധം മലയാളത്തിൽ മിക്കവാറും നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും കഴിയുന്നത്ര പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ കാലത്ത് എഴുത്തിന്. അങ്ങനെ പ്രത്യേകിച്ച് എഴുത്തുകാരെ എടുത്ത് പറയാനില്ല. എങ്കിലും എനിക്ക് കൂടുതലും മലയാള നോവലിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള 1-2 നോവലുകൾ പറയാം. അപ്പോൾ റൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ള നോവല് മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഖസാക്കിൻ്റെ ഇതിഹാസം മലയാളത്തിലെ നാഴികക്കല്ലുകളായ നോവലുകളിൽ ഒന്നാണ്. ഈ 2 നോവലുകളാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. പുതിയ എഴുത്തുകാരുടെ പേരെടുത്ത് പറയുന്നില്ല, ധാരാളം എഴുത്തുകാരുണ്ട്. ഇപ്പോൾ നോവലിലാണെങ്കിൽ ഈ സന്തോഷ് കുമാർ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നു. സന്തോഷിൻ്റെ എഴുത്തിനെ ഞാൻ വളരെ കാര്യമായി പിന്തുടരുന്നതാണ്. അതുപോലെ എസ് ഹരീഷ്, സുഭാഷ് ചന്ദ്രൻ പോലെയുള്ള എഴുത്തുകാരുണ്ട്. അതുപോലെ ധാരാളം ആളുകളുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. അവരിൽ പലരും സുഹൃത്തുക്കളാണ്. ലോക സാഹിത്യത്തിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ദസ്തേവ്സ്കിയുടെയും ഒക്കെ നോവലുകൾ തൊട്ട് ഇങ്ങോട്ട് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും കണ്ടംപററി ഫിക്ഷൻ വളരെ കാര്യമായിട്ട് പിന്തുടരുന്നുണ്ട്. ധാരാളം എഴുത്തുകാരുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. കഥകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും വിചാരിക്കുന്നത് ചെഖോവ്, ബോർഹെസ്, റെയ്മൺ കാർവർ, ഇവരാണ് ഏറ്റവും മികച്ച ലോകത്തിലെ കഥാകൃത്തുക്കളെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും പുതിയ ലോക സാഹിത്യത്തിൽ വായിച്ച കൃതികൾ നോക്കുകയാണെങ്കിൽ ജെയിംസ് എന്ന് പറയുന്ന നോവലാണ് കഴിഞ്ഞ വർഷം വായിച്ചത്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള നോവലിസ്റ്റുകളിൽ ഒരാൾ കാളോവ് നോസ്ഗാർഡ് എന്ന് പറയുന്ന മൈ സ്ട്രഗിൾ എന്ന നോവൽ എഴുതിയ നോവലിസ്റ്റാണ്. ഒക്കെയാണ് പറയാനുള്ളത്. എത്ര വേണമെങ്കിലും വായനയെക്കുറിച്ച് സംസാരിക്കാം, പക്ഷേ പെട്ടെന്ന് ഓർമ്മ വന്ന ചില പേരുകൾ പറഞ്ഞു തന്നേരും. ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ശരി സാറേ, ചോദിച്ചോളൂ സാറേ. പ്രവീണെ ഞാൻ വളരെയധികം പ്രവാസ എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പ്രവീണെ ആദ്യത്തെ കഥ മാതൃഭൂമിയിൽ വരുന്നതിന് മുമ്പ് വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് അയച്ചതെന്ന് വായിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാനത് നല്ല കഥയാണെന്ന് പറയുകയും ചെയ്തു. ഇത് എനിക്കൊന്ന് ഞാനും പ്രവീണൊക്കെ ഒന്നിച്ചാണ് മാതൃഭൂമിയിൽ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് എഴുത്ത് തുടങ്ങിയത്. അവിടുന്ന് പ്രവീണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി. അത് നമുക്ക് എല്ലാവർക്കും പ്രവാസികൾക്ക് അഭിമാനിക്കാവുന്ന, അത് തന്നെയല്ല പുള്ളിയുടെ സാങ്കേതിക ബാക്ക്ഗ്രൗണ്ടിലുള്ള എഴുത്തുകൾ കൂടുതൽ. ഞാൻ അന്ന് പ്രവീണോട് പറഞ്ഞൊരു കാര്യം, എല്ലാവരും എഴുതുന്ന പോലെ എഴുതാതെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന നമ്മൾ പ്രവാസികളുടെ ഇതുമായിട്ട് ബന്ധം, അതാകുമ്പോൾ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകും ഇവിടെ എന്താ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ അതിൽ തന്നെ ഉറച്ചു നിന്ന് നല്ല പുതിയ പുതിയ കഥകൾ എഴുതി വളരെ ശ്രദ്ധിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നത് പ്രവീൺ എഴുതുന്നത് കൂടുതലും സ്വന്തം അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു സ്പാർക്കിൽ നിന്നാണ്. ഞാനങ്ങനെ എഴുതാറില്ല, അനുഭവ കഥ അല്ലെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പാർക്കിൽ നിന്നാണ്
എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണോ എന്നുള്ളവരാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ തന്നെയാണോ അതോ ഇനി കംപ്ലീറ്റ്ലി ഫിക്ഷൻ അങ്ങനെ ഒരെഴുത്തുകാരും അങ്ങനെ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രവീൺ പറഞ്ഞതൊക്കെ എല്ലാ എഴുത്തുകാരുടെയും സ്വഭാവം അങ്ങനെയൊക്കെയാണ്. ഒരു കഥ ഫുള്ളായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ആർക്കും എഴുതാൻ പറ്റത്തില്ല. നമ്മൾ എഴുതുന്ന എഴുത്തിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഒരു യാത്രയാണ് എഴുതുന്നത് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ജേർണീസ് ഡിറ്റർമിൻ അൺസർട്ടനിറ്റി, ആ ഒരു എഴുതുമ്പോൾ അറിയാതെ വരുന്ന കുറേ സംഭവങ്ങൾ കൂടെ എഴുത്ത് വരുന്നതാണ്. എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത്. അപ്പോൾ പ്രവീണിൻ്റെ എഴുത്ത് പറഞ്ഞാൽ പ്രവീണിൻ്റെ ഇപ്പം IT ആയിട്ട് ബന്ധപ്പെട്ട അതിലെ അനുഭവത്തിൽ നിന്ന് വരുന്നതാണെന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അതാണോ അതിൻ്റെ ശരി? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതൊരു നമ്മളിപ്പം ഈ ഒരു കഥാപാത്രം ജീവിതത്തിൽ നിന്ന് നേരിട്ടെടുത്താണോ എന്നുള്ള ചോദ്യം സാധാരണ കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ള ഒരാളുടെ ഒരംശം മറ്റ് ചില ആളുകളുടെ അംശങ്ങളൊക്കെ കൂടെ കൂട്ടി ഭാവനയിൽ നമ്മളൊരു കഥാപാത്രത്തെ ഉണ്ടാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ അനുഭവത്തിൻ്റെ കാര്യം. അനുഭവത്തിൽ നിന്നുള്ള ഒരു ഭാഗവും ബാക്കി ഭാവനയും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പലപ്പോഴും കഥകൾ എഴുതുന്നത്. പൂർണ്ണമായും 100% എൻ്റെ സ്വന്തം അനുഭവം എന്ന് പറയുന്ന ഒരു കഥയും ഞാൻ എഴുതിയതായിട്ട് ഓർക്കുന്നില്ല. ഇപ്പം ഏത് കഥകളെക്കുറിച്ചും അങ്ങനെ പറയാം. അതിൽ എവിടെയെങ്കിലുമൊക്കെ ചില ഭാഗങ്ങൾ നമ്മൾ കണ്ടതോ നേരിട്ട് അനുഭവിച്ചതോ അല്ലെങ്കിൽ കേട്ടതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചില അവസരങ്ങളിൽ പൂർണ്ണമായും ഭാവനയിൽ നിന്നും കഥകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു 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 നിയതമായ ഒരു ചട്ടക്കൂടില്ല. സ്പാർക്ക് അങ്ങനെ കിട്ടാറുണ്ടല്ലോ അത് കിട്ടാറുണ്ട്, അത് സത്യമാണ്. ഇപ്പം ഓർമ്മച്ചിപ്പ് എന്ന് പറഞ്ഞ കഥ ഞാൻ എഴുതിയത് അത്തരത്തിൽ അതുപോലെയുള്ള ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ആശയം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പം അതുപോലെ എൻ്റെ അച്ഛന് സുഖമില്ലാതിരുന്ന സമയത്തെ ചില അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ 3 വൃദ്ധന്മാരുടെ സായാഹ്നം എന്ന കഥയുടെ ആ ഒരു ത്രെഡ് ആ ഒരു തുടക്കം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പകുതി അനുഭവവും പകുതി ഭാവനയൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമായിട്ടാണ് പലപ്പോഴും കഥകൾ പുറത്തേക്ക് വരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ പ്രവീൺ, എൻ്റെ ചോദ്യം ഇതാണ്. അത് നമ്മള് ഭാവനയുണ്ട്, ജീവിതാനുഭവങ്ങളൊക്കെ വെച്ചൊരു കഥ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അച്ചടി മഷി പുരളുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ ഗോ ബാക്ക്, റൈറ്റ്? അപ്പോൾ ഏതെങ്കിലും കഥകൾ അങ്ങനെ വായിച്ചിട്ട് ഇതിന്റെ ഈ കഥാപാത്രം ഇതിന്റെ പരിണതി അല്ലെങ്കിൽ പരിണാമം ഒന്ന് ചേഞ്ച് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ ആവശ്യമില്ലായിരുന്നു, അവിടെ ആ കഥാപാത്രത്തിന്റെ സ്വഭാവ രീതികൾ മാറ്റേണ്ടതുണ്ടായിരുന്നു, അങ്ങനെ ഒരു പുനർചിന്തനം വന്നിട്ടുണ്ടോ? അങ്ങനെ പോയി മാറ്റിയ കഥകളുണ്ടോ? ജസ്റ്റ് ഒരു ജനറൽ ചോദ്യം. അത് ഈ നമ്മുടെ കൈവിട്ട് പോയതുപോലെയാണ്. നമ്മളൊരു കഥ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കഥയുടെ മുകളിൽ നമുക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, നമുക്കൊട്ട് മാറ്റാനും പറ്റില്ലല്ലോ. പലപ്പോഴും ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കഥ വീണ്ടും വായിച്ചു നോക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളത് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്കതിൽ എല്ലാം തെറ്റായിട്ടും മോശമായിട്ടുമാണ് സാധാരണ തോന്നാറ്. ഇത് നന്നാക്കാമായിരുന്നു, ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത്, അങ്ങനെ പലതരത്തിലും ഒരു തരത്തിലും ഒരു തൃപ്തി തരാത്തതുപോലെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടാവാറ്. അപ്പം ഞാൻ പൊതുവേ അങ്ങനെയുള്ള ഞാൻ എഴുതിയ കഥകൾ പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം വീണ്ടും വായിക്കുന്നത് പൊതുവെ കുറവാണ്. പുസ്തക രൂപത്തിലൊക്കെ വരുന്നതിന് മുമ്പുള്ള ചില എഡിറ്റിംഗ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് മാത്രമേ അങ്ങനെ വായിക്കാറുള്ളൂ. പക്ഷെ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും വായനക്കാരുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പലപ്പോഴും ചില എന്താ പറയുക റൂംസ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ധാരാളം പിന്നെ സംഗതികൾ കിട്ടാറുണ്ട് കഥകളിൽ നിന്ന്. അല്ല, പുസ്തക ആക്കുന്നതിന് മുമ്പ് ബഷീറൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പുസ്തക രൂപത്തിലാക്കുന്നതിന് മുമ്പ് ചെറിയ എഡിറ്റിംഗ് ഒക്കെ നടത്താറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പല എഴുത്തുകാരിൽ. ഞാൻ ചിലപ്പോൾ അങ്ങനെ വരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നി നമ്മൾ ഒന്നുകൂടെ മാറ്റി എഴുതാറുണ്ട്. അതിനകത്ത് വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെ അത് തെറ്റാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിത് എഴുതി കഴിഞ്ഞ് ഇതെപ്പോഴാണ് ഒരു കഥ പൂർണ്ണമാവുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്കതിൽ വീണ്ടും വീണ്ടും നന്നാക്കാനും മാറ്റാനും ഉള്ള അവസരങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മളിത് അത് പ്രസിദ്ധീകരണത്തിന് അയക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിനർത്ഥം ആ കഥ വീണ്ടും നന്നാക്കാൻ പറ്റില്ലായിരുന്നു എന്നല്ല. തീർച്ചയായിട്ടും സാധ്യതകൾ ഉണ്ടാവും. അതൊരു ഇത് എവിടെയെങ്കിലും വെച്ച് ഇത് പൂർത്തിയാക്കണമല്ലോ. അങ്ങനെയുള്ള ഒരു ഇതാണ് കൂടിയാണ് വരുന്നത്. പിന്നെ കാലം കഴിയും തോറും നമുക്ക് നമ്മുടെ മനസ്സും മാറുമല്ലോ. അപ്പം അതുകൊണ്ട് വിചാരിക്കുന്നതാണ് നല്ലത്. അല്ല, അതിപ്പോ നമ്മൾ കോളേജ് മാഗസിനിലൊക്കെ എഴുതിയിട്ടുള്ള കഥകളൊക്കെ ഇപ്പൊ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഏതായാലും നമ്മുടെ രണ്ടുപേരുടെയും കഥ ഏതോ ഒരു ഓണപ്പതിപ്പിലോ കഥാപതിപ്പിലോ വന്നിട്ടുണ്ട് ഒരേ സമയത്ത്, അമേരിക്ക രണ്ടുപേരും. അതിന് വളരെ അഭിമാനിക്കുന്നു. ഗുഡ് ലക്ക് ഇൻ ദ ഫ്യൂച്ചർ. പ്രവീണിന്റെ കഥകൾ വായിക്കുമ്പോൾ ഈ ഓരോ വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോഴും പിന്നെ ഓരോ വാചക ഘടനയിലും ഒക്കെ ഭയങ്കര സൂക്ഷ്മത പുലർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഈ സാങ്കേതിക വിദ്യ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറിൽ നേരിട്ട് ടൈപ്പ് ചെയ്തിട്ടായിരിക്കാം കഥകൾ എഴുതുന്നത്. പല പ്രാവശ്യം എഡിറ്റ് ചെയ്ത് ഓരോ വാക്കുകൾ ഇങ്ങനെ കുറുക്കി എഴുതി കഴിയുന്നതുകൊണ്ട് സാധാരണ വായനക്കാർ അധികം പ്രവീണിനെ വായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വായിച്ചു തുടങ്ങി ഒരു 3-4 പേജ് കഴിയുമ്പോൾ ഇതെനിക്ക് അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കൂടുതൽ എൻ്റെ ചിന്ത അല്ലെങ്കിൽ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കുറേ പേരെങ്കിലും കഥ ഇട്ടിട്ട് പോകുന്നു. അങ്ങനെ പക്ഷേ അതേ അവസരത്തിൽ തന്നെ പ്രവീണിനെ അറിയുന്നവർ ഇത് കഥയാണ്, ഇതിനെന്തോ ഉണ്ടെന്ന് അറിയുന്നവർ കൃത്യമായിട്ട് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു കഥയുടെ പരിമിതിയായിട്ട് തോന്നുന്നുണ്ടോ, അതോ കൂടുതൽ പേരെ കഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുമോ? അല്ല, ഞാൻ എൻ്റെ കഥകളാണ് എഴുതുന്നത്. അത് എൻ്റെ കഥകളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലാതെ ഇപ്പം ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വായിക്കപ്പെടുന്ന ഒരു കഥാകൃത്തിൻ്റെ രചനകൾ പോലെ ഞാൻ എഴുതാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ എൻ്റെ കഥ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കഥ എഴുതാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രതിഭയുടെ പരിമിതി കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന പ്രമേയത്തിൻ്റെ പരിമിതി കൊണ്ട്, എൻ്റെ ഭാഷാ സ്വാധീനക്കുറവ് കൊണ്ടൊക്കെ വായനക്കാർ ചിലപ്പോൾ അതിൽ നിന്ന് അകന്നു വായിക്കാം. അത് എൻ്റെ ഒരു പരിമിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ മനഃപൂർവ്വം ഭാഷ ലളിതമാക്കാനോ സങ്കീർണമാക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. ഒരു കഥയുടെ പ്രമേയം അതിൻ്റെതായ ഭാഷ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായനക്കാർ ഇതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനോട് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? എല്ലാവരും ചോദിച്ചു കഴിഞ്ഞു. ചോദിക്കൂ ഷാജു. ഷാജു ആയിരുന്നേ. അപ്പം പ്രവീണിന്റെ എൻ്റെ ചോദ്യം ഒരു സാങ്കേതിക പ്രശ്നമാണ്. അപ്പം നമ്മളിപ്പം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അമേരിക്കൻ കഥകളാണ് പ്രവീണ, നമ്മൾ കൂടുതലും അമേരിക്കൻസ് നമ്മൾ എഴുതി വരുന്നത് അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ്. അപ്പം അതിനകത്തുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു മെക്സിക്കൻ കഥാപാത്രത്തെ അവൻ്റെ കുടുംബത്തെയും ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ ആ കഥകളിൽ കൊണ്ടുവരേണ്ടി വരും. ജസ്റ്റ് നരേഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ സംഭാഷണങ്ങൾ നമ്മൾ കഥയെ കൊണ്ടുവരേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ ഒരു മെക്സിക്കൻ ഫാമിലിയുടെ സ്റ്റോറി എഴുതുമ്പോൾ അവരുടെ ഫാമിലിയുടെ ഉള്ളിലുള്ള സംസാരം അല്ലെങ്കിൽ ഡയലോഗ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മെക്സിക്കൻ ഭാഷയിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരിമിതിപ്പെടുത്തി എഴുതാമെങ്കിൽ പോലും ഇത്ര ഇലാബറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ അത് നമ്മൾ ആ മെക്സിക്കൻ ഭാഷ അല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ലേ? അതോ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ എത്രമാത്രം പരിമിതി ആ സിറ്റുവേഷൻ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ എത്രമാത്രം പരിമിതി അതിനകത്ത് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രവീൺ അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയൊരു സാങ്കേതിക പ്രശ്നം വന്നിട്ടുണ്ടോ? അതെങ്ങനെ തരണം ചെയ്തു? ഈ കാര്യം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലും മലയാള സാഹിത്യത്തിലൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം ഒരു മലയാള സിനിമ അമേരിക്കയിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ കഥാപാത്രങ്ങൾക്ക് മുഴുവൻ ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ സബ് ടൈറ്റിലായിട്ട് എഴുതി കാണിക്കണം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഈ ഇപ്പം പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ. ഇത് കഥയിലും ഇതൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് നമ്മുടെ ഭാഷയുടെ പരിമിതികളും ഈ കഥാപാത്രത്തെ പരമാവധി വായനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിലും കഥ തന്നെ വായനക്കാർക്ക് കുറെ കൂടി എളുപ്പത്തിൽ
മ- വായനക്കാർക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ എഴുതുന്നതിലും ഈ ഭാഷ ചിലപ്പോഴൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും ഈ നമ്മളെപ്പോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടെയുള്ള ഒരാളെക്കുറിച്ച് എഴുതണമെങ്കിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇവിടുത്തെ ഭാഷ നമ്മൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ പലപ്പോഴും ആ ഒരു തനിമ ചോർന്നു പോകും. ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു പരിഹാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിഹാരം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നല്ല, ഞാൻ ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഈ തൈമയും കൊളംബസും എഴുതുമ്പോഴും ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലെ 100-500 വർഷം മുമ്പുള്ള തൈനോകളുടെ ജീവിതം വിവരിക്കുന്നിടത്ത് ഒരു പുതിയൊരു ഭാഷ, അല്ലെങ്കിൽ തികച്ചും ഇപ്പോൾ കേരളത്തിലെ ഒരുപക്ഷെ ആദിവാസി സമൂഹങ്ങളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു ഭാഷ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുമെന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായ പ്രശ്നം, അങ്ങനെയുള്ള ഒരു ഭാഷ ഞാൻ കൊണ്ടുവരുന്ന സമയത്തും അത് കേരളത്തിലെ ഒരു ആദിമ സമൂഹത്തിൻ്റെ ഭാഷയായിട്ട് തന്നെ നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതൊരിക്കലും ഈ പറയുന്ന ആ ഒരു തൈനോകളുടെ ഭാഷയായിട്ട് മാറുന്നില്ല. അപ്പോൾ അതിലും ഭേദം ഒരു നമ്മുടെ മാനക മലയാളം ഭാഷയിൽ തന്നെ എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. അതിന് എനിക്കൊരു പരിഹാരം നിർദ്ദേശിക്കാനില്ല. ഓൾ റൈറ്റ്, താങ്ക് യു പ്രവീൺ. നമുക്ക് ഇനി നമ്മുടെ ഒരു പ്രിയപ്പെട്ട കഥാകാരൻ്റെ കൂടി കേൾക്കാനായിട്ട് ഉണ്ട്. നമ്മുടെ സമയം ഇപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതിലും 10 മിനിറ്റ് അധികമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്തൊരു സെഷനോടെ കഴിഞ്ഞ ശേഷം നമുക്ക് കോമൺ ക്വസ്റ്റ്യൻസ് രണ്ടുപേരോടും ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. താങ്ക് യു പ്രവീൺ. ഇപ്പോൾ നമ്മൾ അൻലാൽ ശ്രീനിവാസൻ്റെ ഫിത്തർ സക്കാത്ത് എന്ന കഥയുടെ പശ്ചാത്തലത്തിൽ, കഥാസമാഹാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അൻലാൽ ശ്രീനിവാസനോടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അൻലാൽ ശ്രീനിവാസിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഈ രണ്ടുപേരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും വായനക്കാർക്കും എഴുതുന്നവർക്കും അതൊരു പ്രചോദനം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു പ്രവീൺ. ഫിത്തർ സക്കാത്ത് എന്നുള്ള പേര് തന്നെ ഇപ്പോൾ ഈ നോമ്പിൻ്റെ സമയമാണല്ലോ അല്ലേ? എല്ലാവരും ഈ നോമ്പ് നോക്കുകയും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഈ സമയത്ത് തന്നെ ഈ കഥയെക്കുറിച്ചുള്ള ഒരു എഴുതിയ ആളിനെ ഒന്ന് പരിചയപ്പെടുന്ന, എഴുത്തുകൈ കടന്നു പോകുന്നതിനുള്ളൊരു അവസരമായി കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. അൻലാൽ ശ്രീനിവാസിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ പുസ്തകം 11 കഥകളുടെ ഒരു സമാഹാരമാണ് സക്കാത്ത്. ഈ കഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നാട്ടിലെയും അമേരിക്ക താമസിക്കുന്ന അൻലാൽ ശ്രീനിവാസൻ നാട്ടിൻ്റെ എല്ലാ ഗ്രാമത്തിൻ്റെ ആ തുടിപ്പും അമേരിക്കൻ ജീവിതത്തിൻ്റെ വിശാലതകളും ആ ജീവിതങ്ങളും അടയാളപ്പെടുത്തി കഥ രചിക്കുന്നതായിട്ടാണ് ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം. ഈ ഫിത്തർ സക്കാത്ത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ ഓരോ കഥകളും വായിക്കുമ്പോൾ അമേരിക്കയിൽ ഇരുന്ന് എഴുതുന്നതും തോന്നലില്ലാതെ കേരള പശ്ചാത്തലത്തിൽ കഥ പറയുന്നതും ഇവിടെ അമേരിക്കൻ കഥകൾ പറയുമ്പോഴുള്ളൊരു പ്രത്യേകത രണ്ടും ഒരുപോലെ വഴങ്ങുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു കുഗ്രാമം പശ്ചാത്തലമാക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയിലെ വിശാലമായ വാതിലുകളും വിശാലമായ റോഡുകളും കഥയുടെ പശ്ചാത്തലമാകുന്നു. ഈ കഥകളുടെ ജീവിതങ്ങൾ നമുക്കേറെ പരിചയമുള്ളവരോ നാം അറിയുന്നവരോ ആകുന്നു എന്ന് കഥാകാരൻ്റെ നിരീക്ഷണത്തിൻ്റെ ഒരു പാഠം തന്നെയാണ്, ഒരു കഥയാണ്. ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരാളിനെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥയാണ് അൻലാൽ പറയുന്നത് എന്ന് പലപ്പോഴും വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് അൻലാലിൻ്റെ നിരീക്ഷണ പാഠം. അപ്പം എനിക്ക് കാണാൻ കഴിയാത്ത പല മേഖലകളിലൂടെയും ആ ഒരു കഥ എഴുത്തുകാരന് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യം, നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ കാണുന്ന, നമ്മൾ അറിയുന്ന ഒരാളുടെ കഥ അത് വേറൊരു നിരീക്ഷണ പാഠവത്തിലൂടെ, വേറൊരാളുടെ നോട്ടത്തിലൂടെ, അതിനെ വേറൊരു മേഖലയിലൂടെ കഥ പറയുന്ന അൻലാൽ ശ്രീനിവാസിൻ്റെ ആ ഒരു കഴിവ് ഈ 11 കഥകൾ വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 11 കഥകളും അമേരിക്കൻ മാത്രമല്ല, ഒരു ഗ്ലോബൽ പശ്ചാത്തലം തന്നെ ഈ 11 കഥകളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ കഥ തന്നെ ഫിത്തർ സക്കാത്ത് എന്ന കഥയാണ്. അത് പാകിസ്ഥാനിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ
അമേരിക്കയിലെത്തപ്പെടുന്നതും അവൻ്റെ ഒറ്റപ്പെടലും അവൻ്റെ ജീവിതവും അവൻ വഴിയാധാരമാകുന്നതും തുടർന്ന് അവൻ ഈ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കരുതലിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കഥയായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. ഹാപ്പി ഫ്ലവർ എന്നുള്ള കഥ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ, അതപ്പോൾ അമേരിക്കൻ പശ്ചാത്തലത്തെ വേൾഡ് ട്രേഡ് സെൻറ്റർ പോയതിനു ശേഷം അതിൽ അമ്മ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരുടെ കഥയാണ്. അമ്മ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ അവിടെ വന്ന് എല്ലാ വർഷവും ഈ 9/11 അവിടുത്തെ ഓർമ്മ പുതുക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ വന്നിരിക്കുകയും അവിടെ വന്ന് ഈ അമ്മയുടെ പേരിനൊപ്പം ഫ്ലവർ വെക്കാനായിട്ട് വരികയും ചെയ്യുന്ന മനുഷ്യൻ അതിനടുത്തുള്ള ഒരു പാർക്കിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളിനെ പരിചയപ്പെടുന്നു. ആ അടുത്തിരിക്കുന്ന ആള് ആ 9/11 ഇതിൽ ആ സമയത്തെ ഒരു ഫയർ ഫൈറ്റർ ആയിരുന്നു. അതിലൂടെ കടന്നുപോയി അയാൾക്ക് ശ്വസിക്കേണ്ടി വന്ന വേദനകളും അയാൾക്ക് ശ്വസിക്കേണ്ടി വന്ന പൊടിയും അതിൻ്റെ ഭാഗമായിട്ട് അയാൾ അനുഭവിക്കുന്ന ലങ് ക്യാൻസറും ഈ അമ്മ നഷ്ടപ്പെട്ടവനും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില രക്ഷിച്ചതിൻ്റെ അനുഭവത്തിൽ ഇയാൾക്ക് ലഭിക്കുന്ന ആ ക്യാൻസറും ഈ രണ്ടു പേരും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം നട്ട ഒരു മരം നൂട്ടി കാണിച്ചിട്ട് അയാൾ പറയുന്നുണ്ട്, ഈ മരം വീണ് കിടന്നതാണ്, അത് കരിഞ്ഞു പോയിരുന്നതാണ്, അതിനെ ജീവിപ്പിച്ചെടുത്തതാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ആ കഥയിൽ പറയുന്നുണ്ട് ഈ പണ്ട് വേര് പോന്ന് പോയതാണ്, വേര് പറഞ്ഞു പോയതാണ്, അതിൽ കറുത്ത പാടുകളുണ്ടായിരുന്നു, ആ മണ്ണ് പണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ പുൽത്തകിടി കരിഞ്ഞു പോയതാണ്, അതിൻ്റെ മുകളിൽ പുല്ല് വളർന്നു വന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത്തരം കരിഞ്ഞ പാടുകൾ, ഇത്തരം വെന്തുപോയ പാടുകൾ ഒരു പക്ഷേ ഒരു കറുത്ത പാടായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത്. അതിൻ്റെ മുകളിൽ നാം ഈ ചിരിക്കുന്ന മുഖവും ഈ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഈ ഹാപ്പി ഫ്ലവർ എന്ന കഥയിലൂടെ അനിലാൽ ശ്രീനിവാസൻ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് അമ്മ നഷ്ടപ്പെട്ടവൻ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ നോക്കി നിൽക്കുന്ന ആ ഫയർ ഫൈറ്റർ ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും പരിചയമുള്ള അതിനകത്ത് പറയും, നോക്കൂ, നെടുകയെ മുറിച്ചാൽ ഉള്ളിൽ കരിഞ്ഞ പൊള്ളുന്ന പാടുകളുണ്ട്, അതിൻ്റെ പുറത്തെ പച്ചയും പൗട്ടും ഒക്കെ പൊരുതി നേടിയതാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതവും പലപ്പോഴും പുറകോട്ട് പോയാൽ ഈ കരിഞ്ഞ പാടുകൾ കാണും. പിന്നെ അതിൻ്റെ മുകളിൽ നാം പടുത്തുയർത്തുന്നത് ഈ പൊരുതി നേടിയത് മാത്രമാണ്. അങ്ങനെ ഓരോ ജീവിതത്തിലെയും ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു സ്വഭാവം ആ മിക്ക കഥകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. വംശാവലി എന്ന കഥയിൽ വളരെ രസകരമായ ഒരു സംഭവം ഉള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ വട്ടമുറ്റം കുരിശുംകുന്നേൽ ഉള്ള അദ്ദേഹം കോട്ടയം പരിസരങ്ങളിലുള്ള ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നു. അയാളുടെ മകള് ജാക്ക് മർഫി എന്ന ഒരുവനോടൊപ്പം പോകുന്നതും ആ മകളെക്കുറിച്ചുള്ള കൺസേൺ, മകളെക്കുറിച്ചുള്ള ഭാരങ്ങളൊക്കെ പേറുമ്പോഴും അവളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഭാര്യാഭർത്തൃ ബന്ധം, അവരുടെ അപ്പനും അമ്മയും തമ്മിൽ പോയ മകളെക്കുറിച്ചുള്ള വഴക്കുകളും അവരുടെ അനുഭവങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു കഥയാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ വലിയ കുടുംബപ്പേരും ഒക്കെ പറഞ്ഞ് ഞാൻ വലിയ വട്ടമുറ്റം കുരിശുംകുന്നേലെ അവറാനാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ വീടിനുള്ളിൽ ആ ബോർഡും ഒക്കെ തൂക്കി നാം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ പമ്പയാറ്റിലെ വെള്ളമാണ്, ഞാൻ പെരിയാറിലെ വെള്ളമാണ്, ഞാൻ ഭാരതപ്പുഴയിലെ വെള്ളമാണ്, ഞാനിവിടെ വന്നാലും ആ ഭാരതപ്പുഴയുടെ ശുദ്ധിയും പമ്പയാറിൻ്റെ എല്ലാ നർമ്മല്യവും എനിക്കുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ നദിയെല്ലാം ഒഴുകി അമേരിക്ക ആകുന്ന വലിയ ഉപ്പ് ഈ വലിയ സമുദ്രത്തിലേക്കാണ് ലയിക്കുന്നത്. പിന്നീട് ലയിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഈ ജാക്ക് മർഫിയോടൊപ്പം കൂടുന്ന ഈ മകള്, അവൾക്കുണ്ടാകുന്ന അടുത്ത ജനറേഷൻ, അതിനടുത്ത ജനറേഷനായി കഴിയുമ്പോഴത്തേക്കും ഈ പമ്പയാറ്റിലെ വെള്ളം ഏതാണ്ട് പൂർണ്ണമായും ഈ ഈ ഈ കടലിൽ ലയിച്ചു കഴിഞ്ഞിരിക്കും. അതാണ് ആ കഥയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം. പലപ്പോഴും അമേരിക്കയിൽ ജീവിക്കുമ്പോൾ നാം അമേരിക്കൻ സംസ്കാരവും അമേരിക്കൻ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കിയിരിക്കണമെന്നോ ആ കഥയിലൂടെ പറയാനായിട്ട് അനിലാൽ ശ്രമിക്കുന്നുണ്ട്. അതാണ് എൻ്റെ വായിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വിക്ടോറിയ മിസ്സി, അത് ബോംബെ പശ്ചാത്തലമായുള്ളൊരു കഥയാണ്. അവിടെ
ഈ ആ കഥയിൽ അവിടെ ഈ ഒരു പത്രക്കാരൻ അവിടെ പോകുന്നതും അവിടെ ഉണ്ടായിരുന്ന വിക്ടോറിയയുടെ ഒരു ഒരു പ്രതിമ നഷ്ടപ്പെടുന്നു. ആ പ്രതിമ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്ന ഒരു പത്രക്കാരൻ അവിടെ പോയിട്ട് അവിടെ ഒരു പെൺകുട്ടിയെയും കാല് നഷ്ടപ്പെട്ട ഒരുവനെയും കാണുകയും അവിടെ വെച്ച് ആ, ആ, ഇവരുടെ ജീവിതത്തിലൂടെ നോക്കുമ്പോൾ ആ ജീവിതത്തിൽ അവിടെ ഒരു പിന്നീട് സ്ഫോടനം ഉണ്ടാക്കുകയും ആ കാല് നഷ്ടപ്പെട്ടവൻ ഈ പെൺകുട്ടിയുടെ ആ, കാമുകൻ ഒരുപക്ഷെ പെൺകുട്ടിയുടെ എല്ലാം ആയിരുന്നു നഷ്ടപ്പെടുന്നതും അവൾ ഒറ്റയ്ക്കിരിക്കുന്നതും ഒരു കഥയാണ് ആ ബോംബെ പശ്ചാത്തലത്തിൽ പറയുന്നിരിക്കുന്നത്. തലമുറകൾക്കപ്പുറം നടന്നതും എന്നാൽ എഴുതാതെ പോയതുമായ സംഭവങ്ങളെ കേട്ടുകേൾവിയാണെങ്കിലും അവളിലുണ്ടാകും. അവൾ പറയുന്നുണ്ട് അവളുടെ മുത്തച്ഛൻ ഈ വിക്ടോറിയ പ്രതിമ ഉണ്ടാക്കുന്നതിനും വിക്ടോറിയ ടെർമിനൽ ഉണ്ടാക്കുന്നതിനും അധ്വാനിച്ചിട്ടുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോംബെ നഗരത്തെ പറയുമ്പോൾ അതിൽ മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. മഴ മുംബൈ നരകത്തിന് ശുദ്ധികലശമാക്കുന്നുണ്ടെന്ന്. പലപ്പോഴും പല നഗരങ്ങളും പല ജീവിതങ്ങളും ചില മഴകൾ പെയ്താൽ മാത്രമേ ശുദ്ധികലശമുള്ളതാകൂ എന്ന് പറയുന്നുണ്ട്. കാലം നഷ്ടപ്പെട്ട അവൻ്റെ പ്രതിമ വിക്ടോറിയ പ്രതിമയോട്ട് ബന്ധിപ്പിച്ച് അജയൻ എന്ന പത്രക്കാരൻ അവിടെ കാണുന്ന കാഴ്ചകളാണ് വിക്ടോറിയ മിസ്സിംഗ് എന്ന കഥയിലൂടെ പറയുന്നത്. സോഫി എന്ന കഥ അടുത്ത കഥയാണ്. സോഫി എന്ന കഥയിൽ മുഖം വികൃതമാക്കപ്പെട്ടു പോയ ഒരു അമ്മയുടെ മൂന്നാറിലെ ജീവിതമാണ് പറയുന്നത് സോഫി. അവളുടെ മകൻ അരുണിൻ്റെ അമ്മ സോഫി എന്ന കഥയിൽ ഒരു എക്സ്ട്രീമായ ഒരാളുടെ ഭാര്യ, അയാൾക്കൊരു മകൻ ഉണ്ടാകുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു പട്ടാളക്കാരനോടൊപ്പം ജീവിക്കുന്ന ഒരു രണ്ടാമത്, അതായത് മറ്റൊരു പട്ടാളക്കാരനോടൊപ്പം ആ പട്ടാളക്കാരൻ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഈ മുഖം നഷ്ടപ്പെട്ട ഈ മകനെയും സ്ത്രീയെയും മകനെയും സംരക്ഷിച്ച പട്ടാളക്കാരൻ്റെ ജീവിതം ആസന്നമായി കിടക്കുന്ന മരണത്തിന് മുന്നിലും അയാളെ ഈ മുഖം നഷ്ടപ്പെട്ടവളെ സ്വീകരിക്കാൻ തയ്യാറായ ആ എക്സ് മിലിറ്ററി എന്ന പട്ടാളക്കാരനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഈ സ്ത്രീയും ഈ മകനും നോക്കി നിൽക്കുന്ന ഒരു കഥയാണ്. അത് മൂന്നാറിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയിലെ സംഭവങ്ങളും പാകിസ്ഥാനിലെ സംഭവങ്ങളും, അടുത്തൊരു കഥ കുടിയിറക്കപ്പെട്ടവർ, അത് അഫ്ഗാനിസ്ഥാനിൽ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളൊരു കഥയാണ്. അത് കുറച്ച് പ്രവചനം പോലെയാണ്. 2039 നടക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് 18 വർഷം മുന്നേ നടന്ന ഒരു കാര്യം, അതായത് 2021 2020 നടന്ന ഒരു സംഭവത്തിൻ്റെ, അതായത് അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അധിനിവേശത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കൊച്ചുമകൾ 2039 ഇവിടെ ഒരു വലിയ അവാർഡ് സ്വീകരിക്കുന്നുണ്ട്. ഈ അവാർഡ് സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അരികവൽക്കരിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പങ്കാളിയായതിന് ഒരു TV നടത്തിയ വോട്ടെടുപ്പിലൂടെ അവൾ 1ാം സ്ഥാനത്തെത്തുന്നത്. എന്നാൽ അവൾ അപ്പോഴും മുറുകെ പിടിച്ചിരുന്ന ഒരു പാവയാണ്. ആ പാവ ഉണ്ടാക്കിയിരുന്ന ഈ വല്യമ്മച്ചിയുടെ കഥയാണ് ഈ കുടിയിറക്കപ്പെട്ടവർ എന്ന കഥയിലൂടെ പറയുന്നത്. രാവണൻ കോട്ട, ഇന്ന് കേരളത്തിലെ പശ്ചാത്തലം എഴുതിയൊരു കഥയാണ് രാവണൻ കോട്ട. കേരളത്തിലെ ഇന്ന് മയക്കുമരുന്നിനും അടിമയായി പോകുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു 2-3 കുട്ടികളുടെ മരണം നടക്കുന്നതും അവരുടെ കൂട്ടുകാരൻ അനുഭവിക്കുന്ന ഒരു വേദന, അവനും ഇതിൽ പെട്ടയാളായിരുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും അവരുടെ വീട്ടിൽ അവൻ്റെ അമ്മയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴും അവൻ അതിൽ നിന്നെല്ലാം മോചിതനായി പുതിയ ജീവിതത്തിലേക്ക് ശ്രമിക്കുമ്പോൾ സമൂഹം അവനെ ഒറ്റപ്പെടുത്തുന്നു. അവൻ മരിക്കാനായിട്ട് തയ്യാറായി പോകുമ്പോൾ ഒരു 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 അത്ഭുത സംഭവം പോലെ ഉപദ്രവിച്ച ഒരു നായെ കണ്ട് അവൻ പേടിച്ച് ഓടി വീട്ടിലേക്ക് വരുന്നത്. പ്രകൃതിയിലെ ചില സംഭവങ്ങൾ തന്നെ നമ്മളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനും, എന്നാൽ സമൂഹം മുഴുവൻ അവനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അവൻ ഉപദ്രവിച്ച ഒരു നായയുടെ പടം കണ്ട് നായെ കണ്ടിട്ട് തിരിച്ചു ഓടി വീട്ടിലേക്ക് പോകുന്ന ഒരു കഥയാണ് അതിൽ പറയുന്നത്. അതായത് ഇതിന് അടിമയായിപ്പോയ ഒരാൾക്ക് രക്ഷപ്പെട്ട് പുറത്ത് വന്നു കഴിഞ്ഞാലും സമൂഹം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്. അതിൽ വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുമ്പോൾ കുരുക്ക് റെഡിയാണെങ്കിൽ 50% വിജയിച്ചു. മരത്തിൻ്റെ കമ്പ് വളരെ
സ്ട്രോങ് ആണെങ്കിൽ അതും 50%. അപ്പം 100% മരണം ഉറപ്പാക്കി പോകുന്ന അവനെ ഒരു നായെ കണ്ട് പേടിച്ചോടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തുമ്പോഴും അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കഥയാണ്. ദുഷ്ടവ്രണം എന്നൊരു കഥയുണ്ട് അതിനകത്ത്. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് ആ കഥയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തന്നെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഭാഷ. അതിൻ്റെ നറേഷനിലും അതിൻ്റെ പശ്ചാത്തലത്തിലും അതിലുപയോഗിക്കുന്ന ഭാഷയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ചെറുപ്പകാലത്ത് അനുഭവിച്ച ഒരു വേദനയുടെ അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു മൂല്യമില്ലാത്ത ജീവിതത്തിൻ്റെ ബാക്കി പത്രമായി അവൻ കാണേണ്ടി വന്ന അനുഭവങ്ങൾ തിരിച്ച് അവനെ വിദേശത്തൊക്കെ പോയി സമ്പത്തൊക്കെ അയക്കണം. അതിന് കാരണഭൂതനായ ആ എക്സൈസ് ഓഫീസറെ പോയി അവൻ പ്രതികാരം തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ തിരിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഈ ദുഷ്ടവണത്തിൽ പറയാനായിട്ട് അല്ലാൽ ശ്രമിക്കുന്നത്. എനിക്കറിയാൻ സമയം അതിക്രമിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. അടുത്തൊരു ചിക്കുമല, അതിൽ അമ്മയുടെ പ്രിയപ്പെട്ട ഒരു പെട്ടി, അമ്മമ്മയുടെ ഗ്രാൻഡ്മയുടെ ഒരു പ്രിയപ്പെട്ട പെട്ടി തുറന്നു നോക്കുന്നതും ആ കുടുംബവും പണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആർമിയിൽ പങ്കെടുത്ത ഇവൻ്റെ മുത്തച്ഛൻ്റെ ആ സംഭവങ്ങൾ, അതിൽ ഉള്ള ഈ പെട്ടി തുറന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇവൻ കാണുന്നതും ഈ അമ്മ സൂക്ഷിച്ചിരിക്കുന്ന ഈ പെട്ടിയിൽ ഇത്ര ഒരു വലിയ നിധി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. ഇവൻ ഇതെല്ലാം ഇട്ട് വേഷപ്പകർച്ച, അതായത് അന്ന് ഉപയോഗിച്ചിരുന്ന പട്ടാളക്കാരൻ ഉപയോഗിച്ചിരുന്ന വേഷങ്ങളൊക്കെ ഈ ചെറുപ്പക്കാരൻ തൻ്റെ മുത്തച്ഛൻ്റെ ഈ വേഷങ്ങളൊക്കെ എടുത്തിട്ട് ഇയാളിത് ആകാനായിട്ട് ശ്രമിക്കുക. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ്റെ കൊച്ചുമകൻ അവൻ്റെ അമ്മ, അവൻ്റെ ഗ്രാൻഡ്മ സൂക്ഷിച്ചിരുന്ന പെട്ടി കണ്ടെടുത്ത് അതിൽ ഈ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കഥയായിട്ടാണ് വരുന്നത്. ഓർമ്മ ശരീരം എന്ന് പറയുന്ന ഒരു കഥ, 11ാമത്തെ കഥ, അത് ഓർമ്മ നഷ്ടപ്പെട്ട ഒരമ്മയും ഓർമ്മയെ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മകളുടെയും കഥയാണ്. അവൾ അമേരിക്കയിൽ നിന്ന് ബോംബെയിലെത്തി അവിടെ ഈ അമ്മയോടൊപ്പം സമയം ചെലവഴിച്ച് അമ്മയ്ക്ക് ചെറുപ്പകാലത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സംഭവങ്ങൾ അവിടെ വെച്ച് കാണിക്കുകയും ചെയ്യുകയും കുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അമ്മ ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്നതും ആ കിടക്കയിൽ ആ ഓർമ്മയിൽ അമ്മയും മകളും ഒന്നിച്ച് നിൽക്കുന്നതുമായ സംഭവങ്ങൾ വിവരിക്കുന്ന സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു കഥയാണ് ഓർമ്മ ശരീരം. ഞാൻ ഈ കഥകളുടെയൊക്കെ ഒരു പെട്ടെന്ന് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. എനിക്കറിയാം സമയം അതിക്രമിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കേരളത്തിലെയും അമേരിക്കയിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും അങ്ങനെ ആഗോളപരമായ ചില വിഷയങ്ങളെല്ലാം എടുത്ത് പല കഥകളിലായിട്ട് ചേർക്കാനായിട്ട് അൻലാൽ ശ്രീനിവാസിന് കഴിയുന്നുണ്ട്. അൻലാൽ ശ്രീനിവാസിലേക്ക് വരുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പല കഥകളിലും ഈ കളറിൻ്റെ, ഈ കുടിയിറക്കപ്പെട്ടവരെന്ന കഥയിൽ ആ പാവയുണ്ടാക്കുമ്പോൾ അതിനകത്ത് പച്ച നിറത്തിൽ വെള്ളപ്പൂക്കൾ ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കഥയിൽ ഈ ഇളം പച്ചയിൽ മഞ്ഞപ്പൂക്കൾ, അങ്ങനെ കളറുകൾ ഇങ്ങനെ ഓരോ കഥകളിലും കളറുകളും അതിനോട് ചേർന്നുള്ള, അതിൽ പച്ചയ്ക്ക് ചില പ്രാധാന്യം കൊടുത്തുകൊണ്ട് അൻലാൽ ശ്രീനിവാസൻ ഈ കഥയിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ കഥകളിൽ ചില കളറിൻ്റെ കോമ്പിനേഷനൊക്കെ ചേർക്കുന്നതിൽ അൻലാൽ ശ്രീനിവാസൻ കഥയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബോധപൂർവമാണോ അബോധപൂർവമാണോ എന്നറിയില്ല, എങ്കിലും അങ്ങനെ ഈ കളറുകളിലൂടെ ചില മെസ്സേജസ് കൺവേ ചെയ്യാനായിട്ട് അൻലാൽ ശ്രീനിവാസൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ നല്ലതായിരിക്കും. അൻലാലെ സ്വാഗതം. വളരെ സന്തോഷം. സോറി, പെട്ടെന്ന് എനിക്ക് കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വന്നുകൊണ്ട് സമയം അതിക്രമിച്ചതുകൊണ്ടുമാണ് അത് വിശാലമായി പറയാൻ പറ്റാതെ പോകും. കളറുകൾ അങ്ങനെ ബോധപൂർവം ഉപയോഗിക്കുന്നതല്ല. എനിക്ക് തോന്നുന്ന ഒരു കഥാ സന്ദർഭത്തിനനുസരിച്ച് ചില അവസരങ്ങളിൽ ഈ കളറിൻ്റെ സൂചനകൾ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫിത്തർ സക്കാത്തിലെ നായകൻ എന്ന് പറയുന്ന ആള് പാകിസ്ഥാനിലെ ഒരു ആളാണ്. അപ്പോൾ അയാളുടെ വിവരണം ചെയ്യുമ്പോൾ അയാൾ ഉപയോഗിക്കുന്ന സിന്ധി തൊപ്പി, അപ്പോൾ ആ സിന്ധി തൊപ്പിയുടെ ഒരു വിവരണത്തിൽ കളർ വരുന്നുണ്ട്. അത് പ്രത്യേക ലക്ഷ്യത്തോടെ ചെയ്യുന്നതല്ല, അതങ്ങനെ വന്നു പോകുന്നതാണ് എന്നാണ്. വീണ്ടും എനിക്കൊരു ചോദ്യമുള്ളത്, ഈ ഉപയോഗിക്കുന്ന ഭാഷ, ഇപ്പം ദുഷ്ടവ്രണത്തിൽ അവർ
ഏറ്റവും ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ 6 മക്കളും, 7ാമത്തെ മക്കൾ വരിക, 6 മക്കളും ഒന്നിച്ച് താമസിക്കുന്ന, ഈ ഭർത്താവ് അധ്വാനിച്ച് ചക്ക കൊണ്ടുവന്ന് പട്ടിണി മാറ്റുന്ന ഒരു കഥയാണ് അതിനകത്ത് പറയുന്നത്. അവിടെ ഒരു എക്സൈസുകാരൻ്റെ കടന്നുകയറ്റവും അമ്മയുടെ ഒരു നമ്മളൊക്കെ കരുതുന്ന മൂല്യമില്ലാത്തൊരു ജീവിതത്തിൻ്റെയും കഥ പറയുന്ന ഒരു കഥമാണ് ദുഷ്ടവൃണം. അതിലുപയോഗിക്കുന്ന ഭാഷയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറി അല്ലെങ്കിൽ അഭയാർത്ഥിയായി ഇവിടെ വരുന്ന ആ കഥയിൽ ഉപയോഗിക്കുന്ന ഭാഷയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അത് കഥയ്ക്കനുസരിച്ച് ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ദുഷ്ടവൃണത്തിൽ സംസാരം മാത്രമല്ല, അതിൽ നറേഷനിലും ഈ ഭാഷയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നറേഷനിലും ഈ ഭാഷയുടെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. അത് അങ്ങനെ ഉണ്ടാവണമെന്നാണ് ഇപ്പോൾ കെ വി പ്രവീൺ അത് ഇരിക്കുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിക്ഷനിൽ കഥയൊക്കെ വളരെ താമസിച്ച് എഴുതി തുടങ്ങിയ ഒരാളാണ്. അതുപോലെ തന്നെ ഫിക്ഷൻ്റെ കഥയൊഴിച്ച് പിന്നെ നോവലേറ്റോ നോവലോ അങ്ങനെയുള്ള ഫോർമാറ്റുകൾ എഴുതിയുള്ള ശീലവും ഇല്ല. അപ്പോൾ എൻ്റെ അറിവൊക്കെ വളരെ പരിമിതമാണ്. എന്തായിരുന്നു ചോദ്യം? അതായത് കഥകൾ എഴുതുമ്പോൾ നമ്മൾ ഭാഷ അതെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അത് നാച്ചുറലി വന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കുടിയിറക്കപ്പെട്ടവൾ എന്ന് പറയുന്ന കഥ, അത് ഈ അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ അവിടെ സോവിയറ്റ് അധിനിവേശം, അത് കഴിഞ്ഞിട്ട് അമേരിക്ക പോകുന്നു. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരൻ്റെ കഥ പറയുമ്പോൾ അത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത, യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്തെയും അവിടുത്തെ ആളുകളെക്കുറിച്ചുമാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഭാഷ എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു മാനവിക ഭാഷ, അല്ലെങ്കിൽ ആ തരത്തിലേ നിൽക്കൂ. അതേസമയം ദുഷ്ടവൃണം എന്ന് പറയുന്നത്, എനിക്ക് ഈ കഥ കിട്ടുന്നത് പലപ്പോഴും ഇപ്പോൾ ഹാപ്പി ഫ്ലവർ എന്ന് പറയുന്ന കഥ ശരിക്കും പറഞ്ഞാൽ ഹ്യൂസ്റ്റണിലെ ഒരു മലയാളി സ്ത്രീയുടെ സിസ്റ്റർ, അവരുടെ സിസ്റ്ററിൻ്റെ കഥയാണ് അത്. അപ്പോൾ അവരത് ഒരിക്കൽ എന്നോടിങ്ങനെ പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഈ അവർ പറയുന്ന കാര്യമല്ല കഥ. അതുപോലെ ദുഷ്ടവൃണം എന്ന് പറയുന്നത് ഷിക്കാഗോയിലുള്ള ഒരാൾ അയാളുടെ ലൈഫിലെ ഒരു അമ്മയുടെ ഒരു ജാരനെ കുറിച്ച് ഓപ്പണായിട്ട് എന്നോട് സംസാരിക്കുന്നതാണ്. പക്ഷേ അത് കഥയിലെ ചില ഇമേജസ് ആകുന്നേ ഉള്ളൂ. കഥ എന്ന് പറയുന്നത്, എൻ്റെ കഥ എന്ന് പറയുന്നത്, ഈ ദുഷ്ടവൃണം എന്ന് പറയുന്ന കഥയിൽ എൻ്റെ കഥ എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ അയാളുടെ അമ്മയുടെ ജാരനെ അയാളുടെ മധ്യവയസ്സിൽ കാണാൻ പോകുന്ന, അതാണ് ആ ജേണിയാണ്, ആ യാത്രയാണ് എൻ്റെ കഥ എന്ന് പറയുന്നത്. അതൊരിക്കലും ആരും പറഞ്ഞ കാര്യമല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചില സ്പാർക്കുകൾ ചിലർ നമ്മളോട് പറയുമ്പോൾ കിട്ടുന്ന സ്പാർക്ക്. പിന്നെ അതിന് ഈ ദുഷ്ടവൃണം മലയാളത്തിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങൾ അല്ലാതെ കുറെ കൂടെ സഭ്യമായ ഭാഷ ഉപയോഗിച്ച് എഴുതണം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങളെന്നാൽ അത് വായിക്കണ്ട. കാരണം ഈ കഥ, ഈ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭാഷ വേണം. എങ്കിൽ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഫ്രൂട്ട്ഫുൾ ആവും. അപ്പം അത്തരത്തിൽ അത് നാച്ചുറലി വന്നു പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു എഴുത്തുകാരന് അതിൽ വലിയൊരു നിയന്ത്രണമില്ല. അത് ചില പ്രമേയത്തിന് ചില ഭാഷ വേണം, അത് വരും അല്ലെങ്കിൽ വരുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത് ചിലപ്പോൾ ബോധപൂർവം ഭാഷ തിരഞ്ഞെടുക്കേണ്ടി വരും. പക്ഷെ ചില പ്രമേയങ്ങൾക്ക് നാച്ചുറലി നമുക്കൊരു ഭാഷ കിട്ടും, അത് ഉപയോഗിക്കുന്നതായിരിക്കും ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അല്ലാൽ ശ്രീനിവാസനോട് നമ്മുടെ ഇരിക്കുന്ന ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് ചോദിക്കാനുണ്ട് ഒരു ചോദ്യം. ചോദിച്ചോളൂ. രണ്ട് പേരോടും കൂടിയായിട്ടാണ്. രണ്ടുപേരുടെയൊന്നും ഉത്തരം കിട്ടിയാൽ സന്തോഷം. ഇപ്പോൾ ഓരോ കഥകൾ എഴുതുമ്പോഴും ആ കഥാപാത്രമായിട്ട് ഇറങ്ങി ചെന്ന് അങ്ങനെ നമ്മൾ കൃത്തുക്കൾ പറയുമല്ലോ.
അപ്പോൾ അതുപോലെ എന്തോരം എത്രമാത്രം ഒരു ആത്മസംഘർഷം ഇത് അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു കഥാപാത്രം നിങ്ങളായിട്ട് മാറിയിട്ട് ജീവിച്ച് കാണുമോ, അതോ വേറൊരാളായിട്ട് നിന്നിട്ട് കഥ എഴുതുകയാണോ ചെയ്യുക? ഇനി അഥവാ അങ്ങനെ വല്ലാത്തൊരു സംഘർഷം നമുക്കുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് മറികടക്കുക? കാരണം നമ്മൾക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പോൾ കഥയിൽ കുടുങ്ങിക്കിടക്കാൻ പറ്റില്ലല്ലോ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ. അപ്പൊ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? ഇത് ഇത് ടഫ് ക്വസ്റ്റ്യൻ ആർക്കോടെ ആയിട്ട് പ്രവീൺ തന്നെ പറയണ്ടേ. അപ്പൊ അതില് രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ അയാളുടെ സ്വന്തം കഥകൾ മാത്രമല്ല എഴുതുന്നത്. അതായത് സ്വന്തം അനുഭവങ്ങളല്ല എഴുതുന്നത്. നമ്മൾ മറ്റൊരാളായി മാറാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ എഴുത്തുകാരന് കിട്ടുന്നത്. മറ്റൊരു കഥാപാത്രമായിട്ട് മാറി എന്തായിരിക്കും ആ കഥാപാത്രത്തിൻ്റെ അനുഭവം എന്ന് അറിയാനുള്ള ഒരു ശ്രമം വാക്കുകളായിട്ട് വരുന്നതാണ് സത്യത്തിൽ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുതരം ഈ പരകായ പ്രവേശം എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ മറ്റൊരാളായിട്ട് മാറുന്ന, മറ്റൊരാളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കുള്ള ഒരു കൂടുമാറ്റമാണ് സത്യത്തിൽ എഴുത്തിൽ സംഭവിക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നത് നമ്മൾ മിക്കവാറും നമ്മൾ ആ എഴുതുന്ന സമയത്ത് മാത്രമാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസരങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ പിന്നണിയിൽ എവിടെയോ ഈ കഥയെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. പക്ഷെ അതങ്ങനെ രണ്ടും രണ്ടായി നിൽക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില കവികളൊക്കെ പറയാറുണ്ട് അവർ 24 മണിക്കൂറും കവികളാണ്, അല്ലെങ്കിൽ അവർ അടിമുടി കവികളാണ്. എന്ന് വെച്ചാൽ അവരുടെ നിത്യജീവിതത്തിലെ ഏത് പ്രവൃത്തിയിലൂടെ കടന്നു പോകുമ്പോഴും അവർ കവികളായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അനുഭവം അങ്ങനെയല്ല. ഞാൻ IT ജോലി ചെയ്യുമ്പം IT ജീവനക്കാരനും എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് വീട്ടിലെ ആളും ഈ കഥ എഴുതുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ബോധപൂർവമുള്ള ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ അബോധ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിലപ്പുറത്തേക്കുള്ളൊരു വലിയൊരു ആത്മസംഘർഷം ഒന്നും ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവമില്ല. ഒരു കാര്യം ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ പ്രവീൺ. ഈ ആത്മസംഘർഷം വരുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ഇപ്പം ഈ മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിലൊക്കെ പറയുമല്ലോ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഫിൽറ്റർ, ഒരു മനുഷ്യൻ കാണുന്ന കാഴ്ചകൾ, കേൾവി, ഇതെല്ലാം തന്നെ ഇറ്റ് ഗോസ് ആഫ്റ്റർ എ ഫിൽറ്ററിങ്. നമ്മളിലൊരു ഫിൽറ്ററിങ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. ഏത് മനുഷ്യനും ഒരു ഫിൽറ്ററിങ് സംഭവിക്കുന്നുണ്ട്. ഈ ഫിൽറ്റർ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്? നമ്മുടെ ബ്രിങ് അപ്പ്, നമ്മുടെ ജീവിതം, നമ്മുടെ ചെറുപ്പം, നമ്മുടെ ജാതി, നമ്മുടെ മതം, നമ്മൾ കൊണ്ടു നടക്കുന്ന മൂല്യബോധം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഫിൽറ്ററാണ്. അപ്പം എന്ത് കാണുന്നതോ മറ്റൊരു ജീവിതം കാണുമ്പോഴോ എല്ലാം ഒരു ഫിൽറ്ററിൽ കൂടെ ആയിരിക്കും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിൽറ്റർ എത്രയും നേർത്തതാവും അത്രയും നന്നായിരിക്കും. അവൻ ആത്മസംഘർഷം ഇല്ലാതെ വളരെ പെട്ടെന്ന് മറ്റ് ജീവിതങ്ങളിലേക്ക്. ഇപ്പോൾ ദുഷ്ടപൂർണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു കഥയാണ്. ഒരു അച്ഛനില്ലാത്ത ഒരു വീട്ടിൽ കയറി വേറൊരു ജാരൻ ഇറങ്ങുന്നതിൻ്റെ ഒരു കഥയാണ്. അത് എൻ്റെ ജീവിതമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. എനിക്ക് ആ കഥാപാത്രം ആവാൻ എനിക്ക് ഒരു ആത്മസംഘർഷവും ഉണ്ടായതുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്നിൽ ഈ അത്തരത്തിലുള്ള യാതൊരു ഫിൽറ്ററിങ്ങും ഇല്ല. ഒരു സദാചാര ബോധമോ അങ്ങനത്തെ യാതൊരു സംഗതി എന്നിലില്ല. 0 ആണ്. അതുകൊണ്ട് എനിക്ക് ആരാകാൻ, എനിക്കൊരു വേശ്യയായിട്ട് എഴുതണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റും. എന്താകണം എന്നെ കൊണ്ട് പറ്റും. അത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില എഴുത്തുകാരെ തന്നെ അറിയാം. അവർ പ്രത്യേക പ്രമേയങ്ങൾ മാത്രമേ എടുക്കൂ, അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള ആത്മസംഘർഷം അനുഭവിക്കും. ബിക്കോസ് ഓഫ് ദ ഫിൽറ്റർ. ഈ പറയുന്ന ഒരു ഫിൽറ്റർ നമ്മളിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതെങ്ങനെ, എനിക്ക് ഈ ആടുജീവിതത്തിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വരിയാണ്. അതായത് നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് പരിചിതമല്ലാത്ത ജീവിതങ്ങൾ പലപ്പോഴും നമുക്ക് കെട്ടുകഥകളായിട്ട് തോന്നും. അപ്പോൾ അത് നമ്മൾ എന്താണോ ഫെമിലിയർ അതിലോട്ട് അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ വരണമെങ്കിൽ ഈ പറഞ്ഞ ഫിൽറ്റർ ഒരിക്കലും നമ്മളെ
ബാധിക്കാതിരിക്കുക. അത്തരം അങ്ങനെ ബാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒരു കഥാപാത്രമാവാൻ ഒരു ആത്മസംഘർഷം വലുതായിട്ട് അനുഭവിക്കേണ്ടി വരില്ല. തീർച്ചയായിട്ടും ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഇൻവോൾവ് ആവും, നമുക്കൊരു ആത്മസംഘർഷം ഉണ്ടാവും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത് കുറച്ചൊരു അളവിലേക്ക് മാത്രമായിരിക്കും. പിന്നെ അതിൽ കെട്ടിക്കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു രണ്ടുപേർക്കും. ഇത് രാജീവ് കേൾക്കുന്നുണ്ടോ? ഞാനൊരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ചോദിക്കൂ. അപ്പൊ പ്രവീൺ, അനിലാൽ രണ്ടുപേരെയും ഞാൻ ഇവിടെ ന്യൂയോർക്കിൽ വെച്ച് കാണുകയുണ്ടായി. പരിചയപ്പെട്ട അങ്ങനെയാണ്. വളരെ സന്തോഷം. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പശ്ചാത്തലത്തിലുള്ള കഥകളാണോ അതോ അമേരിക്കൻ പശ്ചാത്തലത്തിൽ കഥകൾ എഴുതുന്നതാണോ കൂടുതൽ എഫേർട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നമ്മുടെ ജീവിതം എല്ലാവരെയും നോക്കുകയാണെങ്കിൽ ഒരു 25 അല്ലെങ്കിൽ 27 വയസ്സ് വരെ നാട്ടിലും അതിനുശേഷം ഇവിടെ അമേരിക്കയിലാണല്ലോ ഒരുമാതിരി നമ്മളെല്ലാം. അപ്പോ ആ രണ്ട് പശ്ചാത്തലത്തിൽ കഥകൾ എഴുതുമ്പോൾ എഫേർട്ടിന് വ്യത്യാസമുണ്ടോ? കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ? അത് ഏതിനാണ്? ആരോടാണ് ചോദ്യം, രാജീവ്? രണ്ടുപേരോടാണ്. പറഞ്ഞോളൂ. പ്രവീൺ. അല്ല, അത് മുൻപ്, അതായത് ഈ ഇന്റർനെറ്റ് ഇത്ര സജീവമാവുന്നതിന് മുമ്പ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പൊ ദുബായിൽ സെറ്റ് ചെയ്യുന്ന ഒരു നോവലോ കഥയോ എഴുതണമെങ്കിൽ, ഞാൻ ഇതുവരെ ദുബായിൽ പോയിട്ടില്ലെങ്കിൽ ചിലപ്പം അത് ചില പരിമിതികൾ ഉണ്ടാക്കും. അതുപോലെ ഇപ്പം നാട്ടിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോവാത്ത ഒരാൾക്ക് ഇപ്പോഴത്തെ നാട്ടിലെ അവസ്ഥയെക്കുറിച്ചൊരു കഥ എഴുതണമെങ്കിൽ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അതൊരു പക്ഷേ ബുദ്ധിമുട്ടായിരുന്നിരിക്കും. പക്ഷെ ഇപ്പം അത്തരം പ്രശ്നങ്ങളില്ല. ഇന്ന് എവിടെ ഇരുന്നിട്ടും ഇപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് എല്ലാ തരത്തിലുള്ള ഈ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷനൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പം അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ഒരു ലിമിറ്റേഷനായിട്ട് ഇപ്പം അനുഭവപ്പെടുന്നില്ല. പിന്നെ അങ്ങനെ കഥകൾ എഴുതാൻ അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ബുദ്ധിമുട്ട് ഇല്ല. പിന്നെ കഥകൾക്ക് അതിൻ്റെ പ്രമേയവും അതിൻ്റെ അതിലെ കഥാപാത്രങ്ങളുടെ ജീവിതവും ആ കഥ ആവശ്യപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റും ഒക്കെ വെച്ചിട്ടാണ് കഥയുടെ ബുദ്ധിമുട്ട് പൊതുവെ എനിക്ക് അനുഭവപ്പെടാറുള്ളത്. അത് ഈ പറയുന്ന സെറ്റിങ്സ്, അതായത് ജിയോഗ്രഫിക്കൽ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും, പലപ്പോഴും 2ഉം 3ഉം തവണയൊക്കെ നാട്ടിൽ പോകുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് വല്ലാതെ മാറി നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. താങ്ക് യു. അനിലാൽ? ശരിക്കും ഇപ്പൊ ഇന്ന് അത് പ്രമേയത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ചെറുപ്പത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പരിസരങ്ങളും കാര്യങ്ങളെല്ലാം ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ചില പ്രമേയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നാട്ടിലെ ചില പ്രമേയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് എന്നെനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ നമ്മൾ ഈ ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പകുതി നമ്മുടെ നാട് അവിടെ കിടപ്പുണ്ട്. പക്ഷേ ആ നാട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രമേയം വളരെ സമകാലികമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ ഡീറ്റെയിലിങ്ങിൽ ഇന്നത്തെ ഇപ്പോൾ ഇൻ്റർനെറ്റും ഇപ്പോൾ ഈ പറഞ്ഞ സാധ്യതകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ വിവരശേഖരണം നടത്താമെങ്കിലും വൈകാരികമായിട്ടൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ വെല്ലുവിളികളെ നേരിടും. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് എവിടെയാണോ അതിൻ്റെ പരിസരങ്ങൾ ആവിഷ്കരിക്കാനായിരിക്കും, അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന ജീവിതങ്ങളെയോ കഥാപാത്രങ്ങളെയോ ഒക്കെ ആവിഷ്കരിക്കാനായിരിക്കും കുറെ കൂടെ എളുപ്പം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കുടിയിറക്കപ്പെട്ടവളെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ
പരിസരമായിട്ടുള്ള ഒരു അഫ്ഗാനിസ്ഥാനിലെ ഒരു ഒരു കഥയാണ്. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. അപ്പം അത് ഞാൻ ഒരിക്കലും പോയിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഇതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉള്ള പല സൗകര്യങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം ആ കഥ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ സാധ്യമാണ്, പക്ഷേ ഡിപ്പെൻസ് ഓൺ ദ തീം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങൾ രണ്ടുപേര് പറഞ്ഞതും അത് വസ്തുതയാണ്. ഈ ഇപ്പോഴത്തെ ഈ ടെക്നോളജിയും മറ്റുള്ള നമ്മുടെ റീച്ചിനുള്ള സൗകര്യങ്ങളും കൂടുതൽ സൗകര്യപ്രദമാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രമേയത്തിനനുസരിച്ച് എഫർട്ട് എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഈ ഇപ്പൊ മനോജ് വെങ്കോല എന്നൊക്കെ പറഞ്ഞിപ്പോ ഇപ്പൊ നല്ല ഒന്നാന്തരമായിട്ട് എഴുതുന്ന ആൾക്ക് ഞാൻ എപ്പോഴും ആലോചിക്കും കാരണം ഒരു നല്ല കഥ കാണുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് അവർ ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ച് നോക്കും. അപ്പോൾ അത്തരത്തിലൊരു കഥ എഴുതാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം പറ്റില്ല എന്നാണ്. അത് ഇങ്ങനെയുള്ള ചില പരിമിതികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അല്ലാലിനോട്. അല്ലാൽ പ്രവീണിനോട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കഥാകാരനെ പരിചയപ്പെട്ടു, അഭിജിത്ത്. കഴിഞ്ഞ മലയാളം വാരികയിൽ അഭിജിത്ത് കഥ എഴുതി. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ റിസർച്ച് ചെയ്യുക, മലയാളം റിസർച്ച് ചെയ്യുക. ഞാൻ വെറുതെ ചോദിച്ചു ടോപ്പിക് എന്താണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു മലയാള ചെറുകഥകളിലെ വയലൻസ്, അതാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് ടോപ്പിക്. നെടുമങ്ങാട് കോളേജിലെ ഒരു പ്രൊഫസർ, ഒരു ഡോക്ടറേറ്റ് ഒരു പ്രൊഫസറാണ് ഗൈഡ്. ഞാൻ ഈ പിത്തർ സക്കാത്ത് വായിച്ചതിലൂടെ, അല്ലെങ്കിൽ അതിൽ ഈ ദുഷ്ടവ്രണം അതൊഴിച്ച് ബാക്കിയുള്ള ഒരു കഥയിലും ആ വയലൻസ്, ഒരു പ്രതികാരം തീർക്കുന്നത് കാണുന്നില്ല. അവിടെ എല്ലാ കഥകളിലും പ്രണയം ആണ് ഒരു ഇതായിട്ട് പറയും. ഇപ്പോൾ ഏത് കഥയെടുത്താലും അവിടെ ഒരു സ്നേഹത്തിൻ്റെ അംശം അവശേഷിപ്പിച്ചിട്ടുണ്ട്. ദുഷ്ടവ്രണത്തിൽ മാത്രമേ ഉള്ളൊരു പ്രതികാരം ചെയ്യുന്നത്. ഇപ്പം മലയാളത്തിൽ പൊതുവേ കണ്ടുവരുന്ന ഒറ്റ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വയലൻസിൻ്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ കൊലപാതകം, ഒരു പ്രതികാരം, അല്ലെങ്കിൽ ഒരു അരികുവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ പിന്നീട് വന്ന് അവരോട് പ്രതികാരം തീർക്കുന്ന, അല്ലെങ്കിൽ ജാതി, മതം, ഇങ്ങനെയൊക്കെയുള്ള ചേർത്ത് വെച്ച് പിന്നീട് പ്രതികാരം തീർക്കുന്നത്. എനിക്ക് തോന്നുന്നത് പ്രവീണിൻ്റെ കഥകളിലും അങ്ങനെ ഒരു വയലൻസ് ചേർത്ത് കണ്ടിട്ടില്ല. മലയാള കഥയിൽ ഇങ്ങനെ വയലൻസുകൾ ധാരാളം പോവുകയും അത് വായിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം പൊനം നോവൽ വായിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു പല നോവലുകൾ വായിക്കുമ്പോഴും ഇത്തരം ഒരു ഇരുണ്ട അംശം ഈ കഥകളിലും നോവലിലും ഒക്കെ ചേർത്ത് അത് നന്നായി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതികാരത്തിൻ്റെ അംശം നിങ്ങളുടെ കഥകളിൽ കാണുന്നില്ല എന്നുള്ളത് അതിനെന്തെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ കഥകൾ കാണുന്നത് കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. എന്നാൽ ദുഷ്ടവ്രണത്തിൽ ആ ഒരു പ്രതികാരം കാണുന്നുണ്ട്. അപ്പം ചോദ്യം ഇതാണ്, ഇപ്പം മലയാളത്തിലെ കഥകളിലൊക്കെ ഇങ്ങനെ വന്ന് അത് നന്നായി വായിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ പുതിയ കഥകളിൽ നിന്ന്, അതായത് നിങ്ങൾ കുറച്ചുകൂടെ പഴകിയ ആളുകളായിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. പഴയെന്ന് ഞാൻ മീൻ ചെയ്തത് പുതിയ കഥകളിലൊക്കെ ഈ പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ വയലൻസിൻ്റെ ഒരു അംശം ചേർക്കുമ്പോൾ നിങ്ങളുടെ കഥകളിലൊക്കെ പ്രണയവും സ്നേഹവും കരുതലും ഒക്കെയാണ് കൂടുതലും വരുന്നത്. അതിലുപയോഗിക്കുന്ന ടെക്നോളജി, പരിസരം, മറ്റു കാര്യങ്ങളൊക്കെ കഥകളിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ചെറുപ്പക്കാരൻ്റെ ഒരു റിസർച്ചിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കാരണം കഥ എഴുതുന്ന ആളുകളാണല്ലോ. എൻ്റെ ചോദ്യം വ്യക്തമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ചെറുകഥകളിലെ വയലൻസ് അത് നിങ്ങളുടെ കഥകളിൽ പൊതുവേ കാണുന്നില്ല, എന്നാൽ അതാണ് ഇപ്പോൾ ചെറുകഥകളിൽ ധാരാളം കണ്ടുവരുന്നുമുണ്ട്. നമ്മുടെ കഥകളിലൊന്നും അത് കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അതേക്കുറിച്ചൊരു അഭിപ്രായം കേട്ടാൽ നല്ലതായിരുന്നു. അതിൻ്റെ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം പ്രവീണിൻ്റെ ഭാഗത്തു നിന്നും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും ഞാൻ തന്നെ ചാടിക്കറി പറയാം ഒരു കാര്യം. ഒന്ന്, ഇപ്പം ഈ വാരികകൾക്ക് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടല്ലോ. അവർക്ക് നിലനിൽപ്പ് അതിജീവിക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ കൊറോണ അതിന് ശേഷം മലയാളത്തിലെ മുഖ്യധാരയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വാരികകൾക്കും മാസികകൾക്കും പോലും സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം എന്താണോ
വിൽക്കപ്പെടുന്നത് അതിനെ അവർ സ്വീകരിക്കും എന്നുള്ളതാണ്. പിന്നെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വതന്ത്രനാണ് ഞാൻ ഒരു ഒരു ഇത് നമ്മുടെ ഒരു പാഷനായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് കവിഞ്ഞിട്ട് അതിൻ്റെ ഒരു വരുമാനം നമ്മൾ വലുതായിട്ട് ആ വരുമാനത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റെ പ്രമേയം. അല്ലാതെ ഇപ്പോൾ വാരികയെ സംബന്ധിച്ച് എന്താണ് വാട്ട് സെൽസ്, എന്താണ് മാർക്കറ്റിന് ആവശ്യം. അപ്പം അത് വയലൻസ് ആണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന്. സാമൂഹിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു 10 വർഷം മുമ്പുള്ളതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് വയലൻസിൻ്റെ പ്രസക്തി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളുടെ രീതി, നേച്ചർ ഒന്ന് ആലോചിച്ച് നോക്കുക. സംതിങ്. അപ്പം അതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ആനുകാലികമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഈ വയലൻസിന് ഭയങ്കരമായിട്ടുള്ള സ്ഥാനമുണ്ട്. അപ്പോൾ അത് എഴുതിയാൽ അത് വാരിക വിറ്റുപോകുമെങ്കിൽ ആ വാരികയുടെ പത്രാധിപ സമിതി അങ്ങനെയുള്ള കഥകളെ എൻ്റർടൈൻ ചെയ്യും. അത് കുറച്ച് പേരുള്ള ഒരാൾ എഴുതി വിടുമ്പോഴത്തേക്ക് അവരത് തീർച്ചയായിട്ടും എൻ്റർടൈൻ ചെയ്യും. ഇത് 2-3 വാരികകളിൽ നിരന്തരമായിട്ട് ഇങ്ങനെ വയലൻസ് വരുമ്പോൾ ബാക്കിയുള്ള എഴുത്തുകാർ വിചാരിക്കും ഇതാണ് ട്രെൻഡ്, അപ്പോൾ ഇതനുസരിച്ച് എഴുതാം. അങ്ങനെ അവർ പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ വയലൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയങ്ങൾ കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള നോവലുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും ഈ പ്രമേയപരമായിട്ട് ഇഷ്ടം പോലെ സംഗതികൾ ഉണ്ടല്ലോ വയലൻസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെഴുതും. കാരണം അവർക്ക് പൈസയും കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ നമ്മളൊരു പാഷനായിട്ട് ഇത് ചെയ്യുന്നു എന്നല്ലാതെ എന്ത് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു എന്ന് ഞാൻ വലുതായിട്ട് ശ്രദ്ധിച്ച് ആ രീതിയിൽ എഴുതാറില്ല. അനിലാലിന്റെ ഒരു ചെറുകഥയിൽ അല്പം മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചും അതേപോലെ ഒരു മൃതദേഹം കിണറ്റിൽ കണ്ടതിനെ കുറിച്ചും ഒക്കെ പരാമർശമുണ്ടല്ലോ, ഇല്ലേ? ചെറിയൊരു വയലൻസ് അതിനകത്ത് ഉണ്ടല്ലോ. ആ സന്ദർഭം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുണ്ട്. ഞാൻ സന്തോഷ്, ഞാൻ ഉദ്ദേശിച്ചത് ട്രെൻഡിന് പുറകെ. അപ്പോൾ ഒരു വയലൻസ് ആണ് മാർക്കറ്റിൻ്റെ ട്രെൻഡെങ്കിൽ ആ ട്രെൻഡിന് പുറകെ പോകാറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേസമയം ഞാനൊരു പ്രമേയം ഒരു 3 വർഷം മുമ്പ് എനിക്ക് വളരെ തീവ്രമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ കേരള സമൂഹം. അത് മുമ്പ് നമ്മൾ വളർന്ന സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ വഴികളിലൂടെ ഇപ്പോൾ അടുത്ത കാലത്ത് സഞ്ചരിച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങൾ, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ കഥ വന്നത്. അതൊരു 3 വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ കയറിയ ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രയോ സത്യമാണിപ്പോൾ. അതിൽ ആ രാവണൻകോട്ട എന്ന് പറയുന്ന കഥയിൽ വന്നിട്ടുള്ള അതാണ് ഇന്ന് കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ അതിൽ തീർച്ചയായിട്ടും മയക്കുമരുന്ന് എന്ന് പറയുന്നത്, ഇപ്പം ലഹരി എന്താണെന്ന് എനിക്ക് വളരെ ഭംഗിയായിട്ടറിയാം. അത് മയക്കുമരുന്ന് ഏത് തരത്തിലാണ് ഒരു മനുഷ്യനെ മാറ്റുന്നതെന്നും അവൻ്റെ ബ്രെയിൻ കെമിസ്ട്രി എങ്ങനെയാണ് മാറ്റുന്നതെന്നും നമുക്കറിയാം. അപ്പം അത് തീർച്ചയായിട്ടും അത് വയലൻസിലോട്ട് വരും. അപ്പം ഇതിലൊരു പട്ടിയൊക്കെ അയാൾ ഉപദ്രവിക്കുന്നതും പട്ടിക്ക് ഇത് കൊടുക്കുന്നതും ഒക്കെ ഒരു വയലൻസ്, അതിൽ പ്രമേയപരമായിട്ട് വയലൻസിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് അത് വന്നു എന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ പുറകെ മാർക്കറ്റിൻ്റെ പുറകെ പോയതല്ല. ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മൾ എഴുതാനുള്ള ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സമയം കണ്ടെത്തുന്നത്? അതൊരു സ്പർ ഓഫ് എ മൊമെന്റിൽ അങ്ങ് ഇരുന്നങ്ങ് എഴുതി തീർക്കുവാണോ, അതോ ഒരു നിശ്ചിതമായ സമയം കണ്ടുപിടിച്ച് ഓരോ ദിവസവും ഇത്ര മണിക്കൂർ എഴുതുക, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടോ? അത് എങ്ങനെയാണ് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു അച്ചടക്കമുള്ള രീതിയായിരുന്നെങ്കിൽ വലിയ വലിയ നോവലൊക്കെ ഞാൻ എഴുതിപ്പോയത്. അതുകൊണ്ടാണ് ഇപ്പോഴും കഥകളൊക്കെ എഴുതി ഇങ്ങനെ നിൽക്കുന്നത്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ കഥ വളരെ ചലഞ്ചിങ് ആയിട്ട് ഒരു നല്ല കഥ ഉണ്ടാവണമെങ്കിൽ നല്ല എഫേർട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര ഈസി, എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി അല്ല ഒരു നല്ല കാരണം എനിക്ക് അത്ര പരിചയം ഇല്ല. ഇപ്പോഴും
ഈ കഥാരചന എന്ന ഹണിമൂൺ ആഘോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിലങ്ങനെ ഒരു പക്വതയൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് യാത്രയും ഓർമ്മകളും ഒക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന് നല്ല സ്കോപ്പാണ്, ഭയങ്കര ചലഞ്ചിങ് ആണ്, എൻഗേജിങ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക കഥകൾ എഴുതാൻ ശ്രമിക്കുന്നത്. അല്ലാതെ അതാണ്. ഒരു പുസ്തകത്തെ പറ്റി ഒരു കമന്റ് പറയട്ടെ, കേൾക്കുന്നുണ്ടാ? ഓക്കെ. പുസ്തകത്തെ നമ്മളെ ലാനയില് പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നല്ല. അപ്പൊ ആ പുസ്തകത്തിനെ പറ്റി കുറച്ച് പരിചയം വായിച്ചില്ലെങ്കിൽ കൂടിയിട്ട് ഇവിടെ ഇപ്പൊ ഞാനിപ്പോ നാട്ടിലാണ്, പുന്നകുളത്താണ്. ഇവിടെ ഈ ഫിത്ർ-സക്കാത്ത് എന്ന് പറയുന്നത് ഇന്നലെ ഫിത്ർ-സക്കാത്തിന്റെ ദിവസമായിരുന്നു. ഇവിടെ ഇപ്പൊ ചുറ്റുപാടില് മുഴുവൻ ഉള്ള ആൾക്കാരൊക്കെ ഈ ഗൾഫിൽ പോവുക. അവരുടെ മക്കളൊക്കെ 2, 3, 4 മക്കളൊക്കെ ഗൾഫിലാണ്. അവര് ഇഷ്ടം പോലെ പൈസ ലാവിഷായിട്ട് പൈസ അയച്ചു കൊടുക്കുക, ധർമ്മം ചെയ്യുക. ഇവിടെ ഓരോ കാരുണ്യ പദ്ധതികൾക്കും കാരുണ്യത്തിന്റെ സംഘടനകൾക്കും ധാരാളം കൊടുക്കുക, ധാരാളം കിറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള പല ഇതുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞ എനിക്കത് ഇപ്പോൾ ഇന്നലെ അഞ്ചൻ്റെ അവിടെ പോയപ്പോൾ ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് കുറച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. ഇവിടെ ഇത്ര പരിചയമല്ല, കുഞ്ഞുകുളത്ത് തന്നെയാണ് കുന്നത്തൂര്. അപ്പൊ അവിടെ ആൾക്കാർ കുറവ് വരിക. അപ്പൊ അഞ്ചൻ്റെ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുക, എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കണേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോ ഞാനാച്ചെങ്കിൽ USA കൂടുതലായിട്ടുള്ളത് ഇവിടെ നോക്കുമ്പോൾ ഒരു മുഖം നഷ്ടപ്പെട്ട മാതിരി തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനത്തെ അതിൽ ഫിത്ർ-സക്കാത്തിന്റെ പ്രസക്തി ആ പേരിലൂടെ വന്നപ്പോൾ അനുഭവിച്ചപ്പോൾ എനിക്ക് അതിനോട് പ്രത്യേക താല്പര്യം തോന്നി. അപ്പൊ അതൊരു കമന്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചു രണ്ടുപേരോടുമാണേ. നിങ്ങൾ അമേരിക്കയിൽ ഇരുന്ന് എഴുതുമ്പോൾ ഒരു ചോദ്യം, ഇപ്പം അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് കഥകളിലും നോവലുകളിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു ട്രെൻഡാണ് പ്രാദേശിക ഭാഷ ഉപയോഗിക്കുക. ഇപ്പം കല്യാണി ദാശാണി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മിക്ക കഥകൾ ഈ അടുത്തിടയ്ക്ക് മാതൃഭൂമി നടത്തിയ ചെറുപ്പക്കാരുടെ കഥകൾ വായിക്കുമ്പോഴും ഒക്കെ, കഴിഞ്ഞ വർഷത്തെ മത്സരത്തിൽ സമ്മാനം കിട്ടിയ ചെറുകഥകൾ വായിക്കുമ്പോഴും ഒക്കെ ഈ ലോക്കൽ ഭാഷയും അതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അമേരിക്കയിൽ ഇരുന്ന് എഴുതുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ലോക്കൽ ഭാഷ ഉപയോഗിച്ച് ഒരു കഥ ചെയ്യണം എന്ന് തോന്നി? പക്ഷേ അല്ലാൻ്റെ കഥയിലോ പ്രവീണിൻ്റെ കഥയിലോ ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു ലോക്കൽ ഭാഷ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇത് നാട്ടിലിപ്പോൾ അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ഭാഷ കൃത്യമായി പറയാം, അല്ലെങ്കിൽ കണ്ണൂർ ഭാഷ കൃത്യമായി അതിൽ എഴുതി ചേർക്കുക. അതൊരു ട്രെൻഡാണെന്ന് തോന്നുന്നില്ല സാമുവൽ. ഇപ്പം അംബികാസുധൻ മാങ്ങാടിനെ പോലെയുള്ള കഥാകൃത്തുക്കളൊക്കെ പണ്ടുകാലം മുതലേ ഈ കാസർഗോഡൻ ഭാഷയിലാണ് കഥകൾ മിക്കവാറും എഴുതി പോന്നിട്ടുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചത് നീലേശ്വരത്തായിരുന്നെങ്കിലും അച്ഛൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെയാണ് വളർന്നത്. അപ്പം അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഭാഷയിലുള്ള ഈ ലോക്കൽ സ്ലാങ് ഭാഷയിലുള്ള ഒരു കമാൻഡ് നഷ്ടപ്പെട്ടു പോയി. അപ്പം ഞാൻ കഥകൾ എഴുതാൻ തുടങ്ങിയപ്പോഴും ഞാനൊരു എന്താ പറയുക, ഒരു മാനക മലയാളത്തിൽ, അച്ചടി മലയാളം പോലെയുള്ളൊരു ഭാഷയിലാണ് എഴുതി വന്നിരുന്നത്. അപ്പം അത് തന്നെ അമേരിക്കയിൽ വന്നപ്പോഴും തുടർന്നു. അല്പം പരിശ്രമിച്ചാൽ അങ്ങനെയുള്ള കഥകൾ എഴുതാം. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യകത ഒരു പ്രമേയത്തിന് വരികയാണെങ്കിൽ അത് ശ്രമിക്കാവുന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് അതിന് പ്രധാനമായിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെ, ഒരു പ്രമേയമാണ് അതിനാവശ്യപ്പെടുന്ന ഭാഷ സ്വീകരിക്കാൻ എഴുത്തുകാരനെ നിർബന്ധിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കഥയ്ക്ക് ഒന്നുകിൽ നമുക്കൊരു ആത്മകഥാപരമായിട്ട് എഴുതാം. അതായത് ഞാൻ എന്ന് വെച്ചിട്ട് ഞാൻ എന്നെക്കുറിച്ച് എഴുതുന്നത് പോലെ എഴുതാം. എനിക്ക് മറ്റൊരാളെ കുറിച്ചിട്ട് എഴുതാം, ഒരു തേർഡ് പേഴ്സണെ കണ്ടിട്ട് എഴുതാം. ഈ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അയാളാണോ എന്ന മട്ടിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവിയുടെ കൂടെ നിന്നിട്ടാണ് വിജയൻ ആ കഥ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചോയ്സ് എപ്പോഴാണ് രൂപപ്പെടുന്നത്? കഥ എഴുതുന്ന സമയത്താണോ, തുടക്കത്തിലെയാണോ? ഇങ്ങനൊരു ചോയ്സ് ആദ്യമേ ഉണ്ടല്ലോ.
ഇപ്പൊ ഡ്രാക്കുള എന്ന് പറഞ്ഞ നോവല് നിരവധി കത്തുകളും ഡയറികളും ഒന്നിച്ചിരുത്തിട്ടാണ്. അത് ഈ പറഞ്ഞ മൂന്നിലും അല്ല പെടുന്നത്, അത് വേറൊരു തരത്തിലാണ് എഴുതുന്നത്. ഇങ്ങനൊരു ചോയ്സ് ഓഫ് നെറേറ്റീവ് ടെക്നിക്ക് അത് ഏത് സമയത്താണ് കഥാകൃത്തുക്കളുടെ മനസ്സിൽ രൂപപ്പെടുന്നത്? ചോദ്യം രണ്ടുപേർക്കും ഉത്തരം പറയാം. അത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ചില സന്ദർഭങ്ങളിൽ ഈ ഒരു കഥയുടെ ആശയം വരുന്ന സമയത്ത് അത് ആരോ നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയാണ് തോന്നാറ്. അപ്പോൾ അതിൽ തന്നെ ഒരു ഞാൻ അല്ലെങ്കിൽ ആ ഒരു ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഥ പറയേണ്ടതെന്നുള്ള ഒരു ഐഡിയ വരാറുണ്ട്. ചില അവസരങ്ങളിൽ ആ കഥ എഴുതി വരുന്ന സമയത്ത് അത് അങ്ങനെ പറയുന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇപ്പം ഈ ഞാൻ എന്ന രൂപത്തിൽ കഥകൾ എഴുതുമ്പോൾ നമുക്ക് ആ എഴുത്തുകാരന് ആ കഥാപാത്രത്തോട് തോന്നുന്ന ആ ഒരു അടുപ്പം, ചില കഥകൾക്ക് അത് നന്നായും ചില കഥകൾക്ക് ആ ഒരു അടുപ്പം വേണ്ട, കുറച്ചും കൂടെ ദൂരെ നിന്ന് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്ന സമയത്ത് തേർഡ് പേഴ്സൺ നറേറ്റീവിലേക്ക് മാറിയതായിട്ടുണ്ട്. ചില കഥകൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ പല പോയിന്റ് ഓഫ് വ്യൂവിലും എഴുതി നോക്കി ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അത് കുറച്ച് ഡിഫിക്കൽട്ടഡ് ആയിട്ടുള്ള ഒരു ചോയ്സാണ്. അത് ഏത് സമയത്താണത് കൃത്യമായിട്ട് തീരുമാനിക്കപ്പെടുന്നതെന്ന് ഉറപ്പില്ല. അത് ഓരോ കഥയ്ക്ക് ഓരോ രീതിയിലാണ് എന്നെ സംബന്ധിച്ചോളം സംഭവിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഇപ്പൊ ദുഷ്ടവ്രണം എന്ന് പറയുന്ന കഥ എഴുതുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് പേഴ്സണിൽ ആയിരിക്കും ഏറ്റവും ഫലപ്രദം എന്ന് ആദ്യം തന്നെ നമുക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സണിൽ തന്നെ എന്താണ് പ്രഥമ പുരുഷൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ കഥയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില കഥകൾ ആദ്യം ഫസ്റ്റ് പേഴ്സണിൽ, ആദ്യമല്ല ശരിക്കും ഫസ്റ്റ് പേഴ്സൺ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ KM നരേന്ദ്ര സാർ അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ ഇംഗ്ലീഷിൽ തേർഡ് പേഴ്സൺ ലിമിറ്റഡ്, തേർഡ് പേഴ്സൺ ഓംനിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. തേർഡ് പേഴ്സൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്നെങ്കിലും കഥാപാത്രത്തിൻ്റെ കൂടെ ഒരു ഫസ്റ്റ് പേഴ്സണും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ചില കഥകൾക്ക് അതായിരിക്കും വേണ്ടതെന്ന്, അത് ഒറ്റയടിക്ക് വരുന്നതല്ല. ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചിലപ്പോൾ തേർഡ് പേഴ്സണിൽ എഴുതിയിട്ട് ശരിയാകാത്ത ഒരെണ്ണം ചിലപ്പോൾ അവസാനം ഫസ്റ്റ് പേഴ്സണിലെത്തും. അത് നമ്മുടെ ഒരു ജഡ്ജ്മെൻ്റാണ്. ഒന്ന് രണ്ട് പല പെർസ്പെക്റ്റീവിൽ എഴുതി POVയിൽ എഴുതിയിട്ട് നമുക്ക് അവസാനം തോന്നും ഓ ഇത് ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും നമ്മൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ പ്രവീൺ? എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതിൽ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ഫസ്റ്റ് പേഴ്സൺ ആയാലും തേർഡ് പേഴ്സൺ ആയാലും താരതമ്യേന എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ സെക്കൻഡ് പേഴ്സൺ നറേറ്റീവിൽ എഴുതാനാണ്. ഞാൻ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള ഒരു കഥ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ സെക്കൻഡ് പേഴ്സൺ നറേറ്റീവിലാണ് എഴുതിയിട്ടുള്ളത്. എഴുതാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അതിലാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. അതായത് നിങ്ങൾ എന്ന രീതിയിൽ നമ്മളൊരു എഴുത്തുകാരൻ കഥാപാത്രത്തെ സംബോധന ചെയ്തുകൊണ്ട് എഴുതുന്ന രീതിയിൽ എഴുതുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. M. മുകുന്ദൻ്റെ പുതിയ നോവല്, നിങ്ങൾ എന്ന നോവൽ തന്നെ അത് തന്നെയാണല്ലോ. പത്രക്കാരി വന്നിട്ട് കുഞ്ഞീഷിനോട് പറയുന്നത്, കുഞ്ഞീഷ്ണ നിങ്ങൾ അങ്ങനെയായിരുന്നു, നിങ്ങൾ ഇങ്ങനെയായിരുന്നു, നിങ്ങൾ സ്കൂളിൽ പോയില്ലേ, നിങ്ങൾ ആ പാർട്ടി പ്രവർത്തനം പങ്കെടുത്തില്ലേ. ആ നോവലുടനീളം തുടക്കം മുതൽ അവസാനം വരെയും മെയിൻ കഥാപാത്രത്തെ നിങ്ങൾ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ആണ് നോവൽ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ. അത് ഭയങ്കര പ്രയാസമുള്ള കാര്യം തന്നെയാണ്. വളരെ കുറച്ച് കഥകൾ മാത്രമേ സെക്കൻഡ് പേഴ്സണിൽ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അയ്യപ്പൻ്റെ ആണെന്ന് തോന്നുന്നു, ഭ്രാന്തോ അങ്ങനെ വളരെ ചുരുക്കം ചില കഥകളിലാണ് ഈ നിങ്ങൾ എന്ന് പറഞ്ഞ് സെക്കൻഡ് പേഴ്സണിൽ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ മിക്കവാറും ഒക്കെ തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു നമ്മൾ ഒരു സമയത്ത് ഒരുപക്ഷെ ക്രാഫ്റ്റിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് പേഴ്സണിൽ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പ്രകൃതിയാ നാച്ചുറലി വരുന്നത് ഫസ്റ്റ് പേഴ്സണോ തേർഡ് പേഴ്സണോ ഒക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു. സത്യത്തിൽ എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു നോവല്, ഭയപ്പെടുത്തുക എന്നാണോ അതോ വിസ്മയിപ്പിക്കുക എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല, രണ്ടും കൂടിയാണ്. അത് ഗാർഷ്യ മാർക്വേസിന്റെ ഓട്ടം ഓഫ് ദ പാട്രിയാർക്കാണ്. അതിന്റെ നറേറ്റീവ് സ്റ്റൈല് ഒരു സമൂഹം അതിന്റെ കഥ മൊത്തമായിട്ട് പറയാണ്. ഞാനുമല്ല നിങ്ങളുമല്ല, നമ്മൾ ഒന്നിച്ച് കഥ പറയുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടെന്ന് വെച്ചാൽ
ഓരോ ഭാഗത്ത് ഈ കഥ കോൺട്രഡിക്ടറി ആയിട്ട് വരും. കാരണം ഓരോരുത്തരാണല്ലോ പറയുന്നത്, പരസ്പരം കോൺട്രഡിക്ട് ചെയ്തുകൊണ്ടും എന്നാലും മൊത്തം ഒരു നെറേറ്റീവ്. അതൊരു അപാരമായ ടെക്നിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് തൊട്ടിട്ടാണ് ഈ നെറേറ്റീവ് ടെക്നിക്ക് എന്നൊരു സാധനം എന്റെ തലയിൽ ഇങ്ങനെ, അതെപ്പോഴും ഞാൻ ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം എവിടെയും ചോദിച്ചത് മാത്രം. സത്യമായിട്ടും. പിന്നെ മറ്റൊന്ന്, ഇത് എത്രത്തോളം സ്ട്രിക്റ്റ് ആണ് എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മളൊരു ഇപ്പോൾ ഞാൻ എന്ന രീതിയിലൊരു തുടങ്ങുന്ന ഒരു കഥയിൽ കഥ പറയുന്ന ആളുടെ ചിന്തകൾ മാത്രമേ ശരിക്കും എഴുത്തുകാരന് കഥയിൽ എഴുതാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. പലപ്പോഴും എഴുത്തുകാർ ഒരു പാരഗ്രാഫിൽ ഞാൻ, മറ്റേ പാരഗ്രാഫിൽ ഒരു ഓംനി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു നരേറ്ററായിട്ടൊക്കെ മാറുന്ന ഇതും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു എത്രത്തോളം സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ചോദ്യം കൂടെ ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, POV തിരഞ്ഞെടുക്കുന്നത്. ആക്ച്വലി ഇഫ് യു നോ ദ റൂൾസ് യു ക്യാൻ ഓൾവേസ് ബ്രേക്ക് ദ റൂൾസ്. അതാണ്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ രണ്ടുപേരോടും ചോദിക്കാനുണ്ടെങ്കിൽ? ഇല്ല എങ്കിൽ നമ്മൾ ഒരു ചോദ്യം രണ്ടുപേർക്കും പറയാവുന്നതാണ്. അത് ടെക്നിക്കലായിട്ടുള്ള ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ തൂലികയോ എഴുത്താണിയോ അല്ലെങ്കിൽ പേനയോ ഒന്നും അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ്. ഈ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് എഴുതാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഈസി എന്ന് തോന്നിയിട്ടുള്ള എഴുത്തിന്റെ രീതി എന്താണ് കമ്പ്യൂട്ടർ ആകുമ്പോൾ? ഞാൻ ഗൂഗിൾ ഡോക്സിലാണ്. ഗൂഗിൾ ഡോക്സിലാണ് ചെയ്യുന്നത്. പ്രവീൺ സാറോ? ഞാൻ കുറേ നാളായിട്ട് ഒരു വരമൊഴി എന്നൊക്കെ പറയുന്ന ഒരു ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിൽ നേരിട്ട് എഴുതുക ചെയ്യുന്നത്. വരമൊഴി. ഞാൻ ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞത് ഈ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ ഉണ്ടല്ലോ, യൂണിക്കോഡ് അതാണ്. ട്രാൻസ്ലിറ്ററേഷനിൽ പോയി മലയാളം സെലക്ട് ചെയ്യുക. അത് യൂണിക്കോഡാണ്. അത് അതിന്റെ അപ്പം നമുക്ക് എഡിറ്റർ ഉണ്ട് ഹരി, വേണമെങ്കിൽ അതും നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ പഴയ ലിപിയൊക്കെ കിട്ടും അതില്. വരമൊഴി എഡിറ്റർ. അത് നമ്മൾ പണ്ട് ഏകദേശം 80കളിലോ 90കളിലാണ് നമ്മൾ ഈ പുതിയ ലിപി വന്നത്. അതിനു മുമ്പുള്ള ലിപി അതിൽ നന്നായിട്ട് എഴുതാൻ കഴിയുന്നതാണ്. ഈ മറ്റേ ഇത് വേണ്ട, മറ്റേ സെപ്പറേറ്റ് ഓരോ സെപ്പറേറ്റഡ് ആയിട്ട് വേണ്ട, പുതിയ ലിപിയിലൊന്നും വേണ്ട. നന്നായിട്ട് നല്ല ഭംഗിയുള്ള അക്ഷരമായിട്ട് മാറുകയും ചെയ്യും. അഞ്ജലി ഓൾഡ് ലിപി എന്നൊക്കെ പറഞ്ഞിട്ട് ലിപികളുണ്ട് അതിൽ. അതിനകത്ത് ഈ അടുത്ത കാലത്ത് അപ്ഡേറ്റ്സ് വന്നപ്പോഴത്തേക്കും ചില ഡിവൈസസിൽ വർക്ക് ചെയ്യില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പണ്ട് ഹരി, എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഗൂഗിൾ ഡോക്സിൽ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് പിന്നെ മലയാളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു കോമൺ ഫോണ്ടാണ്. അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേസമയം ഈ അഞ്ജലി, കാർത്തിക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ പോർട്ടിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. ഈ ഒരു വെള്ളിയാഴ്ച വൈകിട്ട്, കാരണം അമേരിക്കയിൽ ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുന്നത് ചിലരുടെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ്. ആ സന്തോഷമുള്ള ദിവസം 20 പേരുണ്ടായിരുന്ന വലിയ കാര്യമല്ലേ. ഇവിടെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഡിവൈസിൻ്റെ മുന്നിൽ വന്നിരുന്ന്, ജീവമായ ഒരു വസ്തുവിൻ്റെ മുന്നിലിരുന്ന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടൊക്കെ വിധിക്കപ്പെട്ട നമ്മുടെ എഴുത്തുകാരോട് ഞങ്ങൾക്കുള്ള നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എന്താ പറയുന്നത്, നിങ്ങൾ ഇതിന് ശങ്കർജി നമുക്കിത് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, പ്രവീണ, അല്ലാൽ ശ്രീനിവാസൻ, എന്തെങ്കിലും നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരമാണ്. ഒന്നുമില്ല, ഇങ്ങനൊരു അവസരം നൽകിയതിൽ ലാന എക്സിക്യൂട്ടീവിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ 10-25 പേരോളം ഉണ്ടായിരുന്നു. പങ്കെടുത്ത ഓരോരുത്തരോടും ഉള്ള നന്ദി പറയുന്നു. അതെ, നന്ദി, സന്തോഷം. തീർച്ചയായിട്ടും മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന കഥാസമാഹാരങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന KV പ്രവീണിനും ഈ മലയാളത്തിലെ പ്രമുഖ വാരികകളിൽ തീർച്ചയായിട്ടും കഥകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാൽ ശ്രീനിവാസൻ, തീർച്ചയായിട്ടും നിങ്ങളേറെ ചർച്ച ചെയ്യപ്പെടട്ടെ, നിങ്ങളുടെ കഥകളേറെ വിൽക്കപ്പെടട്ടെ, നിങ്ങൾക്ക് കൂടുതൽ എഴുതാനായിട്ട് കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ
പ്രോഗ്രാം, ഈ സായം സന്ധ്യയിലെ ഈ പുസ്തക ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? ഒരു വാക്ക്, ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷം വഹിച്ച ലാന പ്രസിഡന്റ് ശ്രീ ശങ്കർ മനയോടുള്ള ലാനയുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വിശിഷ്ട അതിഥികളായി നമ്മളോടൊപ്പം പങ്കുചേർന്ന KB പ്രവീൺ, അല്ലാൽ, രണ്ടുപേരോടുള്ള നന്ദി ലാനയുടെ നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ KB പ്രവീണിൻ്റെ കഥകളെക്കുറിച്ച് വായിക്കുകയും അതിന് ഒരു സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ ബാജി ഓടമ്പിലിയോടും, അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടും, ചർച്ചയിൽ ധാരാളം ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചു, എല്ലാവരോടുമുള്ള നന്ദി ലാനയുടെ നാമത്തിൽ ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്.